സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി ചാപ്റ്റർ കേട്ടതാണ്. ആ ചാപ്റ്ററിനെ പറ്റി ഒരു ഐഡിയ ഉള്ള ഒരാൾക്ക് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നന്നായിട്ട് എൻട്രൻസ് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതില് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, രണ്ട് ഭാഗങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് ടിഷ്യൂസിന്റെ ഭാഗം, ഒന്ന് കോക്രോച്ചിന്റെ ഭാഗം. എർത്ത് വേം, ഫ്രോഗ് പുതിയ സിലബസ് പ്രകാരം ഇല്ല, എൻട്രൻസിനും ഇല്ല, അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തിയറിക്കും ഇല്ല. രണ്ട് ഭാഗം ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം ഡിസ്കസ് ചെയ്ത് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസുകൾക്ക് സിമിലർ ഒറിജിനൽ സ്ട്രക്ചർ ഫംഗ്ഷൻ വേണം. ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസുകൾക്ക് സിമിലർ സ്ട്രക്ചർ ഫംഗ്ഷൻസ് ഒറിജിനും വേണം. അലോങ് വിത്ത് ദെയർ ഇൻട്രാസെല്ലുലാർ മാട്രിക്സ് ഇസ് കാൾഡ് ടിഷ്യൂ എന്ന് പറഞ്ഞു. അതിന്റെ കൂടെ നമ്മൾ ഇൻട്രാസെല്ലുലാർ മാട്രിക്സ് ഗമ്മിനെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് ടിഷ്യൂസ്. 4 ടൈപ്പ് ടിഷ്യൂസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഒന്നാമത്തെ ടിഷ്യൂ ആണ് ഏത്, എപ്പിത്തലൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞത്. ഇയാളുടെ മെയിൻ ഫങ്ഷൻസ് പറയുന്നതിന് മുമ്പ് ഇയാൾ എൻവിയോൺമെന്റിനോട് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിനോട് ഫേസ് ചെയ്യുന്ന സ്ഥലത്ത് കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ഇയാളെ ലെയേഴ്സിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തിരിച്ചു. ആദ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ ലെയേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം രണ്ടായി തിരിച്ചു, സിമ്പിളും കോമ്പൗണ്ടും. സിമ്പിളിന് സിംഗിൾ ലെയർ ആണ്, കോമ്പൗണ്ട് മൾട്ടി ലെയർ ആണെന്ന് പറഞ്ഞു. ആ സിമ്പിളിനെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്ത് ഞാൻ 5 ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്ന് സ്ക്വാമസ്, ക്യൂബോയിഡൽ, കൊളുംനാർ, സീലിയേറ്റഡ്, ഗ്ലാൻഡുലാർ. ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് ഒരു ബേസിക് വേണം. അതില്ലാതെ ഞാൻ അഡീഷണൽ പറഞ്ഞ പോയിന്റ് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ പറയുന്നത്, രണ്ടാമത്തെ ടൈപ്പിലേക്ക് ഞാൻ പോകുന്നില്ല. അതേ 5 ടൈപ്പിന്റെ താഴെ നിങ്ങൾക്ക് തന്നു ഞാൻ എന്താ എൻഡോക്രൈൻ എന്താ, എക്സോക്രൈൻ എന്താ, ഹെട്രോക്രൈൻ എന്താ. ഇതൊക്കെ NCERT അതേ ലൈൻ ടു ലൈനാ ഞാൻ പറഞ്ഞുള്ളൂ. വേറെ ഞാൻ അഡീഷണൽ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം അതുപോലെ തന്നെ ഫങ്ഷൻസ്, എക്സാമ്പിൾ, എന്താണ് അതിന്റെ ഷേപ്പ് എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ സിമ്പിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സിമ്പിൾ എപ്പിത്തലൽ ടിഷ്യൂസ് തന്നെ ഒരു കൺസെപ്റ്റ് പഠിക്കാണ്ട്. സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന പേരിൽ ഒരാൾ അറിയപ്പെടുന്നത് സ്യൂഡോ. നമ്മൾ സ്യൂഡോ സീലൊക്കെ കേട്ടിട്ടുണ്ട്, അതുപോലെ സ്യൂഡോ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ ഇത് അതിന്റെ പുറത്ത് പഠിക്കാനുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ആദ്യം ഒരു കാര്യം പറയുന്നുണ്ട്, NCERT പഠിക്കാതെ ഇത് പഠിക്കാൻ നിൽക്കരുത്. ആദ്യം തന്നെ 100-ൽ 98% ക്വസ്റ്റ്യൻസ് NCERT ലൈൻ ബൈ ലൈനാണ്. അതിന് ഏകദേശം ഒരു 2% അല്ലെങ്കിൽ മാക്സിമം ഒരു 5% ക്വസ്റ്റ്യൻസ് ആണ് ഔട്ടുള്ളത്. ആ ഔട്ടിന് വേണ്ട പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. NCERT ഞാൻ വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞ് വീണ്ടും അത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിൽ വരുന്ന ഒരു ചോദ്യമാണ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീൽ എന്ന് പറഞ്ഞാൽ എന്താണ്. സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീൽ എന്ന് പറഞ്ഞാൽ എന്താണ്. സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുമ്പോൾ നോക്കോ, സ്യൂഡോ എന്ന് പറയുമ്പോൾ തെറ്റായത് എന്നാണ്. കണ്ടാൽ നോക്കോ മൾട്ടി ലെയർ തോന്നും, കണ്ടാൽ മൾട്ടി ലെയർ തോന്നും, പക്ഷെ ഇയാൾ സിംഗിൾ ലെയർ ആണ്. ആ പോയിന്റ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. നോക്കോ, ഈ ടിഷ്യൂസിനെ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു കോമ്പൗണ്ട് പോലെ മൾട്ടി ലെയർ ഒക്കെ ഉണ്ട് തോന്നിപ്പോവും, കണ്ടാൽ തോന്നിപ്പോവും. പക്ഷെ കാഴ്ചയിൽ അങ്ങനെ ഉള്ളൂ, പക്ഷെ അതിന് എക്സാക്റ്റ് ആയിട്ട് അതിന് സിംഗിൾ ലെയറേ ഉള്ളൂ. ഇതിനെ മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുന്ന ആളെ മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് എവിടെയാണ്? ഇതിന്റെ ടൈപ്പ് പറയാം. സ്യൂഡോ സ്ട്രാറ്റിഫൈഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്യൂഡോ കൊളുംനാർ, സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് കൊളുംനാർ ഉണ്ട്, സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡിലും ഉണ്ട്. കൊളുംനാർ, ക്യൂബോയിഡിലും അങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ എക്സാമിന് ഏറ്റവും നമ്പർ ഓഫ് ടൈം എക്സാമിന് വന്ന ചോദ്യമാണ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് കൊളുംനാർ എപ്പിത്തലൽ ടിഷ്യൂസ് കാണപ്പെടുന്നു എവിടെയാ? യുറീത്ര ഓഫ് മെയിൽ. യുറീത്ര എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കാനുണ്ട് നമുക്ക് 8ാമത്തെ ചാപ്റ്ററിൽ. എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ അതിൽ വരുന്നുണ്ട് യുറീത്ര, പെയർ ഓഫ് കിഡ്നി, പെയർ ഓഫ് യൂറീറ്റർ, യൂറിനറി ബ്ലാഡർ, അതുപോലെ യുറീത്ര ഓഫ് മെയിൽ. അപ്പൊ ഫീമെയിൽ അത് ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല, ഫീമെയിൽ അത് ഇല്ല. അതാണ് അതിന്റെ ഇമ്പോർട്ടന്റ്. ഫീമെയിൽ അതല്ല ഞാൻ ഇവിടെ പറഞ്ഞ മെയിലിന്റെ യുറീത്ര ഓഫ് മെയിലിൽ കാണപ്പെടുന്നത് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് കൊളുംനാർ ആണ്. നല്ല ഹൈലൈറ്റ് ചെയ്യേണ്ട ചോദ്യമാണ്, അത്രയും പ്രാവശ്യം എക്സാമിന് വന്നിട്ടുണ്ട്. അതേപോലെ സ്യൂഡോ സ്ട്രാറ്റിഫൈഡ്
ക്യൂബോർഡിൽ വേണ്ട സീലിയേറ്റഡ് കൊടുക്കുക. സീലിയേറ്റഡ്, സീലിയ കാണപ്പെട്ടാൽ സീലിയേറ്റഡ്. ഇതും എക്സാം നല്ല ചോദിച്ചിട്ടുണ്ട്. സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് സീലിയേറ്റഡ് എപ്പിത്തൽ ടിഷ്യൂസ് കാണപ്പെടുന്നത് എവിടെയാണെന്ന് നോക്കൂ. അല്ലെങ്കിൽ സീലിയേറ്റഡ് കൊളുംനാർ ഒക്കെ വേണമെങ്കിൽ സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് സീലിയേറ്റഡ് കൊളുംനാർ കാണപ്പെടുന്നത് എവിടെയാണ്, അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യം നോക്കിക്കോ, നമ്മൾ പഠിക്കാനുള്ള ട്രക്കിയ എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കണം. നമ്മൾ ബ്രീത്തിങ് ചാപ്റ്ററിൽ ട്രക്കിയ, ബ്രോഞ്ചസ് തുടങ്ങിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു സീലിയേറ്റഡ് ആയിട്ടുള്ള സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് കൊളുംനാർ ആണ്. സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് കൊളുംനാർ സീലിയേറ്റഡ് എപ്പിത്തൽ ടിഷ്യൂസുകളാണ് ട്രക്കിയ, ബ്രോഞ്ചസ്. അത്രയും നമ്പർ ഓഫ് ടൈം ഔട്ട് ഓഫ് സിലബസിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഇയാളെ പറ്റി പഠിക്കുന്നത്. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എൻട്രൻസ് ഏരിയ എന്ന് തന്നെ നോട്ടിൽ കൊടുക്കുക. കാരണം ചാപ്റ്ററിന്റെ പേര് കൊടുക്കണം. എൻട്രൻസ് ഏരിയ എന്ന് പറയുമ്പോൾ NCERT-യുടെ പുറത്താണ് ഞാൻ പറഞ്ഞത്. 2 പേജ് അല്ലെങ്കിൽ 3 പേജ് അഡീഷണൽ വരുള്ളൂ. അത് നിങ്ങൾ ആദ്യം പഠിക്കണമെന്നേക്കോ നമ്മൾ സിമ്പിൾ എപ്പിത്തൽ ടിഷ്യൂസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ ക്യൂബോർഡിൽ ആദ്യം സ്കോമസ് ഉണ്ട്, അതിനെപ്പറ്റി അറിയണം. ക്യൂബോർഡിൽ ഉണ്ട്, അതിനെപ്പറ്റി അറിയണം. കൊളുംനാർ ഉണ്ട്, അതിനെപ്പറ്റി അറിയണം. സീലിയേറ്റഡ് ഉണ്ട്, അതിനെപ്പറ്റി അറിയണം. ഗ്ലാൻഡുലാർ ഉണ്ട്, പിന്നെ എന്താ എൻഡോക്രൈൻ, എക്സോക്രൈൻ, ഹെട്രോക്രൈൻ, ഇത്രയും ഭാഗം നമ്മൾ എന്തിൽ പഠിച്ചു? സിമ്പിളിന്റെ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. ആ ഭാഗം അറിയാതെ ഒരാൾ ഇതിലേക്ക് കയറണ്ട. അത് പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടി മാത്രം ഇതിനെപ്പറ്റി പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ കളർ പേനെ കൊണ്ടൊക്കെ കൊടുക്കുക. എൻട്രൻസ് ഏരിയ എന്ന് കൊടുത്തിട്ട് ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് കൊടുക്കുക സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് ഹെഡിങ് കൊടുക്കുക. സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം, സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. ഫസ്റ്റ് പോയിന്റ് കൊടുക്കുക ഇറ്റ് ഈസ്. അതിന്റെ ഫസ്റ്റ് പോയിന്റ് കൊടുക്കുക ഇറ്റ് ഈസ് യൂണിലെയേർഡ് but it appear like a multi-layer. But it appear like a multi-layer. ഇതിനെ കണ്ടാ തോന്നും മൾട്ടി ലെയർ, ബട്ട് ഇറ്റ് അപ്പിയർ ലൈക്ക് എ മൾട്ടി ലെയർ. അടുത്ത പോയിന്റ് കൊടുക്കാം. ദിസ് ടിഷ്യൂ കണ്ടെയ്ൻ, എടുത്തന്നെ ചെയ്ത കൊളംനാർ സെൽസ്. ദിസ് ടിഷ്യൂ കണ്ടെയ്ൻ, ഈ ടിഷ്യൂസിൽ കാണപ്പെടുന്നത് ദിസ് ടിഷ്യൂ കണ്ടെയ്ൻ കൊളംനാർ സെല്ല്. കോളംനാറിന്റെ സെല്ലുകളാണ് അതിൽ കാണപ്പെടുന്നത്. ദിസ് ടിഷ്യൂ കണ്ടെയ്ൻ columnar cell. Third point, pseudostratified columnar epithelium. Pseudostratified columnar epithelium is found in color pen ഉപയോഗിച്ച urethra of male. ഇത് തന്നെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തു. അതാണ് എക്സാം ചോദ്യം വന്നത്. urethra of male. ഒന്നുകൂടെ പറയാം. pseudostratified columnar, pseudostratified columnar epithelium. ഞാൻ ഒന്നുകൂടെ പറയാം. pseudostratified columnar epithelium is found in കളർ പെൻ ഉപയോഗിച്ച് ചെയ്ത, നിങ്ങളുടെ കയ്യിൽ കളർ പെൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്ത urethra of male. നമുക്ക് പഠിക്കാനുണ്ട് 8ാമത്തെ ചാപ്റ്റർ എക്സ്ക്രീഷൻ എന്ന ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് യുറീത്ര പഠിക്കാനുണ്ട്. യുറീത്ര ഓഫ് മെയിൽ, മെയിലിന്റെ യുറീത്ര. അപ്പൊ ഫീമെയിൽ ഇതല്ല എന്ന് ഉറപ്പിച്ചു. ഓക്കെ, അടുത്ത പോയിന്റ്. ഏറ്റവും ചോദിച്ച ചോദ്യമാണ് യുറീത്ര ഓഫ് മെയിലിൽ കാണുന്ന ടിഷ്യൂ ഏത്? അപ്പൊ നിങ്ങൾ ഏതാണ്? സ്യൂഡോസ്ട്രാറ്റിഫൈഡ് കൊളുംനാർ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ടേം ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ അത് ഔട്ട് ഓഫ് സിലബസ് ചോദ്യമായിട്ട് വരാറുണ്ട്. അതേപോലെ അടുത്ത പോയിന്റ് കൊടുക്കാം. സ്യൂഡോസ്ട്രാറ്റിഫൈഡ് സീലിയേറ്റഡ് കൊളുംനാർ, സീലിയേറ്റഡ് കൊളുംനാർ is mainly found in, സീലിയം കൂടി കാണാം, ഹെയർസ് രോമങ്ങൾ കാണുക. is mainly found in ക്വസ്റ്റ്യൻ വന്നതാണ്. കളർ ഉപയോഗിച്ച് ചെയ്ത ട്രക്കിയ, കോമഡ, ബ്രോഞ്ചസ്
ഈ രണ്ട് ഭാഗമാണ് എക്സാമിൽ ചോദിച്ചത്. ആ ഭാഗങ്ങളും താഴെ. ഇനി എപ്പിഡിഡൈമിസ്, വാസ, ഡിഫറൻസ് അത് നമുക്ക് അറിയൂല. +2 പറയുന്നത് വേണമെങ്കിൽ കൊടുത്തോ. ട്രക്കിയ, ബ്രോഞ്ചസ്, കോമട്ടോ, എപ്പി ഡി എപ്പിഡിഡൈമിസ്, കോമഡ, വാസ ഡിഫറൻഷ്യ. +2 പഠിക്കുന്നതൊക്കെ എപ്പിഡിഡൈമിസും വാസ ഡിഫറൻഷ്യ എക്സെട്ര എന്ന് കാണിക്കുക. ഈ 4 +2ലും +1ലും പഠിക്കുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് ചോദിക്കും. ട്രക്കിയയിൽ കണ്ടു, ബ്രോഞ്ചസിൽ കണ്ടു, എപ്പിഡിഡൈമിസ്, വാസ ഡിഫറൻഷ്യ എക്സെട്ര, വാസ ഡിഫറൻഷ്യ എക്സെട്ര. അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് ഇതിലെ എപ്പിത്തലർ ടിഷ്യൂസിൽ തന്നെ സിമ്പിൾ എപ്പിത്തലർ ടിഷ്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ സിമ്പിൾ എപ്പിത്തലർ ടിഷ്യൂസിൽ നമ്മൾ 6ാമത്തെ ഒരു നമ്പർ കൂടി പഠിക്കുകയാണ്. നിങ്ങൾ പഠിച്ചത് സ്കോമസ് പഠിച്ചിട്ടുണ്ട്, ക്യൂബോറിൽ പഠിച്ചിട്ടുണ്ട്, കൊളംനാർ പഠിച്ചിട്ടുണ്ട്, സീലിയേറ്റഡ് പഠിച്ചിട്ടുണ്ട്, ഗ്ലാൻഡുലാർ പഠിച്ചിട്ടുണ്ട്. 6ാമത്തേതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് സ്യൂഡോസ്ട്രാറ്റിഫൈഡ്. അതും കൂടി പഠിക്കുക, അത് ടെസ്റ്റിലില്ല. സ്യൂഡോസ്ട്രാറ്റിഫൈഡ് കണ്ടാൽ മൾട്ടി ലെയർ ആണ്, കണ്ടാൽ മൾട്ടി ലെയർ, പക്ഷെ ഇയാൾക്ക് സിംഗിൾ ലെയറേ ഉള്ളൂ. ഇതിലെ സെല്ല് കൊളുംനാർ മാത്രമേ ഉള്ളൂ. ഇയാളെ മെയിൻ ആയിട്ട് കണ്ടത് യുറീത്ര ഓഫ് മെയിൽ ആണ് കണ്ടത്. ഇതിൽ സീലിയും കൂടി വന്നാൽ അതിനെ കാണപ്പെടുന്ന മെയിൻ ഏരിയ ട്രക്കിയ, ബ്രോഞ്ചസ്, എപ്പിഡിഡൈമിസ്, വാസ ഡിഫറൻഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇതിനെ കണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എപ്പിത്തലർ ടിഷ്യൂസ്, അല്ലെങ്കിൽ സിമ്പിൾ എപ്പിത്തലർ ടിഷ്യൂസ് പഠിക്കാറ്. പിന്നെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ എന്താ നോക്കിക്കോ. സെക്രീഷൻസിന്റെ അടിസ്ഥാനത്തിൽ 3 ഗ്ലാൻഡുകളാണ് ഹ്യൂമനുള്ളത്. എൻഡോക്രൈൻ, എക്സോക്രൈൻ, ഹെട്രോക്രൈൻ. ഓർമ്മ ഉണ്ടാവും. എൻഡോക്രൈൻ, എക്സോക്രൈൻ, ഹെട്രോക്രൈൻ. അല്ലെ, എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഡെക്ലസ് ഗ്ലാൻഡുകളാണ്. അയാളുടെ സെക്രീഷൻ എന്താ വിളിക്കുക? ഹോർമോൺ എന്ന് വിളിച്ചു. എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ് ഡെറ്റ് ഗ്ലാൻഡ്സ് ആണ്. സെക്രീഷൻസ് പല പേരിൽ വിളിക്കുന്നുണ്ട്. ഏതൊക്കെയാ? എൻസൈം, സലൈവ, മിൽക്ക് തുടങ്ങിയ പേരിൽ വിളിക്കുന്നുണ്ട്. എൻഡോക്രൈനും എക്സോക്രൈനുമായിട്ട് ഒരു ഗ്ലാൻഡ് ആക്ട് ചെയ്താൽ അയാളെ ഹെട്രോക്രൈൻ എന്ന് വിളിച്ചു. അതിനാകെ ഒരു എക്സാമ്പിൾ ഹ്യൂമൻ ബോഡിലുള്ളൂ, പാൻക്രിയാസ് മാത്രം. പാൻക്രിയാസ് എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ടും ആക്ട് ചെയ്തു, എക്സോക്രൈൻ ഗ്ലാൻഡായിട്ടും ആക്ട് ചെയ്തു. അതിനാകെ ഒരു ഉദാഹരണം ടെസ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ, പാൻക്രിയാസ് മാത്രം. ഈ ഗ്ലാൻഡിന്റെ ഭാഗത്തുനിന്ന് ഒരു എൻട്രൻസ് പോയിന്റ് ഉണ്ട്. ഇത് നോട്ടാക്കി ചെയ്താൽ ആദ്യം ഞാൻ പറഞ്ഞുതരാം. അത് നോട്ട്സ് കൊടുക്കും. The glands are 3 types. നമ്മൾ ഗ്ലാൻഡ്സിൽ 3 ടൈപ്പാണ്. എൻഡോക്രൈനും എക്സോക്രൈനും ഹെട്രോക്രൈനും പഠിച്ചു. അതിനെ തന്നെ നമ്മൾ ഒന്നും കൂടി ക്ലാസിഫിക്കേഷൻ പഠിക്കണം. Glands are 3 types. ബ്രാക്കറ്റിൽ കൊടുക്കുക. On the basis of mode of secretion. On the basis of mode of secretion. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. എന്റെ കൂടെ നമ്പർ ഇട്ട് കാണിക്കുക. 1 മീറോക്രൈൻ എന്ന് കാണിക്കുക. ഒന്നാമത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ ഇതൊന്നും ചോദിച്ചിട്ടുണ്ട്. പണ്ട് എയിംസ്, ജിമ്മർ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോയാൽ മതി. ഇപ്പൊ എല്ലാ എയിംസ് എന്താണ് നീറ്റ് തന്നെ ആയതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം. പണ്ട് എയിംസിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ അത് വരാറുള്ളത്. എയിംസിന്റെ ജിമ്മറിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ മീറോക്രൈൻ. ഇതിന്റെ വേറൊരു പേരും കൂടി കൊടുക്കുന്നുണ്ട്. ബ്രാക്കിൽ കൊടുക്കുക. എപ്പിക്രൈൻ. ഒന്നാമത്തെ ടൈപ്പ് കൊടുക്കും. മീറോക്രൈൻ അല്ലെങ്കിൽ എപ്പിക്രൈൻ. എന്താ നോക്കിക്കോ, ഞാനൊരു സെല്ല് വരയ്ക്കണം. ഒരു സെല്ല് വരച്ചു. ഈ സെല്ലാണ് സെക്രേഷൻ നടത്തുന്നത് വിചാരിച്ചു. ഈ സെല്ല് ഒരു സെക്രേഷൻ നടത്തുമ്പോ സെല്ലിന് ഒരു കേടുപാടുമില്ല. ആ സെല്ലിനകത്തുള്ള സെക്രേഷൻ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. അപ്പൊ എന്താ പറഞ്ഞു നോക്കിക്കോ, സെല്ലിന് ഒരു കംപ്ലൈന്റും ഇല്ലാതെ സെല്ല് സെക്രേറ്റ് ചെയ്യുന്നു എങ്കിൽ അങ്ങനത്തെ ഗ്ലാൻഡുകളെ വിളിക്കുന്ന പേരാണ് മീറോക്രൈൻ ഗ്ലാൻഡ്സ്. ഒരു സെല്ലാണ് എന്തെങ്കിലും ഉത്പാദിപ്പിക്കുക. ഞാൻ പറഞ്ഞു, ഇപ്പൊ സലൈവ ഉത്പാദിപ്പിക്കണമെങ്കിൽ സലൈവറി ഗ്ലാൻഡ് വേണം. അപ്പൊ അവിടെ സെല്ല് ഉണ്ട്. എൻസൈം ഉത്പാദിപ്പിക്കണമെങ്കിൽ അതിന് സെല്ലുകൾ വേണം. ഒരു മിൽക്ക് ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ അതിന് സെല്ല് വേണം. ഇങ്ങനെ സെല്ലുകൾക്ക് ഒരു കോട്ടും സംഭവിക്കാതെ, ഒരു കേടുപാടും സംഭവിക്കാതെ ഒരാള് സെക്രേഷൻ നടത്തുന്നു എങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഗ്ലാൻഡ്സിലെയാണ് എന്ത് വിളിക്കുക? മീറോക്രൈൻ അല്ലെങ്കിൽ എപ്പിക്രൈൻ ഗ്ലാൻഡ് വിളിക്കുക. അപ്പൊ ഡെഫിനിഷൻ ആദ്യം എഴുതി പറയാം. There is no loss of cell. There is no loss of cell
or their parts or their parts in secretion. ആ ടേം ആണല്ലോ വേണ്ടത്. ഇൻ ദിയർ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ സെക്രീഷനിൽ സെല്ല് നഷ്ടപ്പെടുന്നില്ല, സെല്ലിന്റെ ഒരു പാർട്ട് പോലും നഷ്ടപ്പെടുന്നില്ല, ഒരു ഭാഗം പോലും നഷ്ടപ്പെടുന്നില്ല, ഒരു ഭാഗം നഷ്ടപ്പെട്ടില്ല, സെല്ലിനും ഒരു കേടുമില്ല എങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഗ്ലാൻസുകളെ വിളിക്കുന്ന പേരാണ് ന്യൂറോക്രൈൻ. ആ ഡെഫിനിഷൻ ഒന്നുകൂടെ വായിച്ചു നോക്ക്. എന്താണ്? ദർ ഇസ് നോ ലോസ് ഓഫ് സെൽ ഓർ സെൽ പാർട്ട് ഇൻ ഇറ്റ് സെക്രീഷൻ. അതിന്റെ സെക്രീഷൻ നടത്തുമ്പോൾ ആ സെല്ലോ അല്ലെങ്കിൽ ആ സെല്ലിന്റെ ഏതെങ്കിലും ഭാഗങ്ങളോ ഒരു നഷ്ടം സംഭവിക്കുന്നില്ല, ഒരു കേടുപാട് സംഭവിക്കുന്നില്ല. എക്സാമ്പിൾ കാണിച്ചു. ഗോബ്ലഡ് സെൽസ് നമ്മൾ പഠിച്ചു. ഗോബ്ലഡ് സെൽസ്, ഇൻഡസ്റ്റൈനൽ ഗ്ലാൻഡ്, സലൈവറി ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ് ഒക്കെ ഇതിൽ വരുന്നു. സലൈവറി ഗ്ലാൻഡ് ഉണ്ട്, സ്വെറ്റ് ഗ്ലാൻഡ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഗ്ലാൻഡ് ഉണ്ട്, ഗോബ്ലഡ് സെൽസ് ഉണ്ട്. ഇവരൊക്കെ എന്തിലാ വരിക? മീറോക്രൈൻ അല്ലെങ്കിൽ എപ്പിക്രൈൻ ഗ്ലാൻഡ്സ് എന്നാണ് പറയുന്നത്. ഇയാള് നോക്കിക്കോ, ഇയാളുടെ സെക്രീഷൻ നടത്തുമ്പോൾ സെല്ലിനോ സെല്ലിനകത്തുള്ള ഏതെങ്കിലും പാർട്സിനോ ഒരു കംപ്ലൈന്റും വരുന്നില്ല. രണ്ടാമത്തെ നമ്പർ ഇട്ട് കാണിക്കും. അപ്പോക്രൈൻ ഗ്ലാൻസ്, അപ്പോക്രൈൻ ഗ്ലാൻസ് എന്ന് ഇടി. ഇതിൽ തന്നെ അതിന്റെ ആൻസർ കിടക്കുന്നുണ്ട്. ഒരു സെല്ല് അതിന്റെ സെക്രീഷൻ നടത്തുമ്പോൾ അപ്പിക്കൽ പാർട്ട് മുകൾ ഭാഗം, അപ്പിക്കൽ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്. ഇപ്പൊ ഞാനൊരു ലൈൻസ് വരച്ചു. അപ്പിക്കൽ പാർട്ട് നഷ്ടപ്പെടുക, ഈ ഭാഗം നഷ്ടപ്പെടുക. ഒരു സെല്ല് അതിന്റെ സെക്രീഷൻ നടത്തുന്ന സമയത്ത് അതിന്റെ മുകൾ ഭാഗം നശിച്ചു പോവുക, സെക്രീഷനോട് കൂടി മുകൾ ഭാഗം നശിച്ചു പോകുന്നുണ്ടെങ്കിൽ that types of gland is called apocrine glands. അപ്പിക്കൽ പാർട്ട് എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം നശിച്ചു പോകുക. ഒരു സെല്ല് അതിന്റെ സെക്രീഷൻ നടത്തുകയാണ്. അങ്ങനെ സെക്രീഷൻ നടത്തുന്ന സമയത്ത് മുകൾ ഭാഗം പൊട്ടി മുറിഞ്ഞു പോവുക. അങ്ങനെ സെക്രീഷൻ നടത്തുന്ന ഗ്ലാൻസിൽ എന്താ വിളിക്കുക? അപ്പോക്രൈൻ ഗ്ലാൻഡ്. അപ്പൊ ഇതിപ്പോ അപ്പോക്രൈൻ ഗ്ലാൻസ് ലൈഫ് ഇട്ട് കൊടുക്കുക. The secretory product accumulate in the apical part, apical ആണ് മുകൾ ഭാഗം. ഞാൻ ഈ മാർക്ക് ചെയ്ത ഭാഗം അപ്പിക്കൽ പാർട്ട്. which later break off. പിന്നെ അത് പൊട്ടിപ്പോവും. ആ അടിഞ്ഞുകൂടിയ ഭാഗം പൊട്ടിപ്പോവും. which later break off. അത് പിന്നെ പൊട്ടിപ്പോവും, ബ്രേക്ക് ഓഫ്. ആ അപ്പിക്കൽ പാർട്ട് പിന്നീട് പൊട്ടിയിട്ട് ബ്രേക്ക് ചെയ്ത് പൊട്ടിപ്പോവും. എവിടെയാണോ ആ സെക്രീഷൻ ചെയ്യേണ്ട സാധനം അടിഞ്ഞുകൂടിയത്, ആ ഭാഗം പൊട്ടിയിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് ഒഴിവാക്കുക. എക്സാമ്പിൾ, ഇതുപോലുള്ള ഗ്ലാൻസിന് എക്സാമ്പിൾ ഉണ്ടോ? എക്സാമ്പിൾ മാമറി ഗ്ലാൻസ് ഏറ്റവും നല്ല എക്സാമ്പിൾ അതാണ്. മാമറി ഗ്ലാൻസ് മിൽക്കിനെ റിലീസ് ചെയ്യുമ്പോൾ ആ ഗ്ലാൻഡ് മുകൾ ഭാഗം പൊട്ടിപ്പോകും. മാമറി ഗ്ലാൻസിന്റെ സെക്രീഷൻ മിൽക്കാണ്. ആ മിൽക്കിനെ റിലീസ് ചെയ്യുന്ന സെല്ലിന്റെ പ്രത്യേകത, ഈ മിൽക്ക് എന്ന് പറയുന്നതാണ് സെക്രീഷൻ. ആ മിൽക്ക് എന്ത് ചെയ്യും? ആ സെല്ലിന്റെ മുകൾ ഭാഗത്ത് വന്ന് സ്റ്റോർ ചെയ്യും, അടിഞ്ഞുകൂടും. എന്നിട്ട് അത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ, പുറത്ത് റിലീസ് ചെയ്യുമ്പോൾ ആ സെല്ലിന്റെ മുകൾ ഭാഗം പൊട്ടി. മാമറി ഗ്ലാൻസ് സം സ്വെറ്റ് ഗ്ലാൻസ്, എല്ലാവരും ഇല്ല, ചില സ്വെറ്റ് ഗ്ലാൻസും ഇതിൽ വരുന്നുണ്ട്. സം സ്വെറ്റ് ഗ്ലാൻഡ്. മൂന്നാമത്തെ നമ്പർ കാണിക്കും. മൂന്നാമത്തെ ഹോളോക്രൈൻ ഗ്ലാൻസ് എന്ന് കാണിക്കും. ഹോളോക്രൈൻ ഗ്ലാൻസ് ഇതിന്റെ പ്രത്യേകത ഒന്ന് കേൾക്ക്. ആദ്യം പറയുന്നത്, ഇപ്പൊ ഇവിടെ എന്താണ്? സെല്ലിനകത്തുള്ള ഏതെങ്കിലും പാർട്സിനോ ഒരു കംപ്ലൈന്റും ഇല്ല. ഇവിടെ സെല്ലിന്റെ മുകൾ ഭാഗം പൊട്ടിപ്പോയി. ഇവിടെ എൻറ്റർ സെല്ലിനെ ഡിസന്റിഗ്രേറ്റ് ചെയ്തു പോയി, നശിച്ചു പോയി.
ഒരു സെല്ല് അതിനെ സെക്രഷൻ നടത്തുമ്പോൾ ആ സെല്ല് മൊത്തം നശിച്ചു പോവുകയാണെങ്കിൽ ദാറ്റ് ടൈപ്സ് ഓഫ് ഗ്ലാൻഡ് ഈസ് കാൾഡ് എന്ന് വിളിക്കുക ഹോളോക്രൈൻ ഗ്ലാൻഡ്. ഏറ്റവും നല്ല എക്സാമ്പിൾ സെബേഷ്യസ് ഗ്ലാൻഡ് ആണ്. എന്ത് സെബേഷ്യസ് ഗ്ലാൻഡിന്റെ പ്രത്യേകത? എന്തിനു ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ്? സെബ് എന്ന് പറയും. നമ്മളെ ഇയർ വാക്സ് കിട്ടും, ചെപ്പി ഇയർ വാക്സ്, ചെവിന്നെടുക്കുന്ന ഇയർ വാക്സ്, അത് റിലീസ് ചെയ്യുന്ന സെല്ലുകൾ നോക്കിക്കോ, അതിന്റെ സെക്രീഷനോട് കൂടി മൊത്തം നശിച്ചു പോകും. ഒരു ഗ്ലാൻഡ്, ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡ് നോക്കിക്കോ, അല്ലെങ്കിൽ സെല്ല് എടുത്തു, ഒരു സെല്ല് അതിന്റെ സെക്രീഷൻ നടത്തുമ്പോൾ മൊത്തം നശിച്ചു പോയി കഴിഞ്ഞാൽ ദാറ്റ് ടൈപ്സ് ഓഫ് ഗ്ലാൻഡ് ഈസ് കാൾഡ് ഹോളോക്രൈൻ ഗ്ലാൻഡ്സ്. ഡെഫിനിഷൻ നോക്കിക്കോ, ഹോളോക്രൈൻ. The entire cell is the entire cell is the entire cell is disintegrate during its secretion during its secretion. എക്സാമ്പിൾ കാണിക്കുക. സെബേഷ്യസ് ഗ്ലാൻഡ്, സെബേഷ്യസ് ഗ്ലാൻഡ് സെക്രീഷൻ ആണ് സെബം എന്ന് വിളിക്കും. ആ സെബം എന്ന് പറഞ്ഞാൽ വാക്സ്, ഇയർ വാക്സ് ഉദാഹരണമാണ്. സെബത്തിൽ വാക്സ് ഉണ്ട്, നമ്മളെ ചെപ്പികളൊക്കെ വരുന്നത് എക്സാമ്പിളാ. ആയിക്കോട്ടെ, ഹോളോക്രൈൻ ഗ്ലാൻഡ്സിലിരിക്കും ദ എൻറ്റയർ സെൽ, മൊത്തം സെല്ല്, ദ വോൾ സെൽ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. ദ എൻറ്റയർ സെൽ ഡിസിൻറ്റിഗ്രേറ്റ് നശിച്ചുപോയി, അത് പൊട്ടിപ്പോയി. ഇറ്റ്സ് സെക്രീഷൻ ഡിസിൻറ്റിഗ്രേറ്റ്സ് ഇറ്റ്സ് സെക്രീഷൻ. അതിന്റെ സെക്രീഷനോട് കൂടി ആ സെല്ല് മൊത്തം നശിച്ചുപോയി. The entire cell disintegrates its secretion. Example sebaceous gland. ഒരു ഐഫഡ, ഇറ്റ് റിലീസ് സെബം. ബ്രാക്കിൽ വേണമെങ്കിൽ കൊടുത്ത വാക്സ്. സെബത്തിൽ ഇതൊന്നും അല്ല, ഹൈഡ്രോ കാർബൺ, സ്റ്റീറോൾ, വാക്സ്, മൂന്നാളുണ്ട്, അതിൽ ഒരാളെ മാത്രമേ പറഞ്ഞുള്ളൂ വാക്സ്. സെബേഷ്യസ് ഗ്ലാൻഡിൽ ഐഫഡ് കൊടുക്കുക, ഇറ്റ് റിലീസ് സെബം. ദാറ്റ് സെബം കണ്ടെയ്ൻ വാക്സ്. ഇയർ വാക്സിന് ഉദാഹരണം വേണമെങ്കിൽ കൊടുക്കുക, ബ്രാക്കിൽ കൊടുക്കുക ഇയർ വാക്സ്. സെബേഷ്യസ് ഗ്ലാൻഡിൽ ഐഫഡ് കൊടുക്കുക, ഇറ്റ് റിലീസ് സെബം. ദാറ്റ് സെബം കണ്ടെയ്ൻ വാക്സ്. മെയ്ഗ് പോലുള്ള ആള്, ബ്രാക്കിൽ വേണമെങ്കിൽ കൊടുക്കുക ഇയർ വാക്സ്. അപ്പൊ ഇയറിലെ ചെപ്പി, നമ്മൾ ചെവിയിൽ കാണുന്ന ചെപ്പി നോക്കുക, റിലീസ് ചെയ്യുന്ന സെല്ലുണ്ട്. ആ സെല്ല് അതിനെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ സെല്ല് മൊത്തം നശിച്ചു പോവാണ് ചെയ്യുക. അങ്ങനത്തെ ടൈപ്പ് ഗ്ലാൻഡ്സിൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ഹോളോക്രൈൻ ഗ്ലാൻഡ്. നമ്മൾ ടെസ്റ്റിൽ ഈ ടേം ഉപയോഗിച്ചിട്ടില്ല, അതിന് പകരം എന്താ ഉപയോഗിച്ചത്? എൻഡോക്രൈൻ, എക്സോക്രൈൻ, ഹെട്രോക്രൈൻ ആണ്. അപ്പൊ ഈ ടേംസ് കൊണ്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. NCERT പ്രകാരം ഇത്രയാണ് നമുക്ക് എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂസ് 2 പോയിന്റാണ് നമുക്ക് അഡീഷണൽ പഠിക്കുന്നത്. ഒന്ന് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എന്ത്, അതുപോലെ ഗ്ലാൻസിനെ 3 ക്ലാസിഫൈ ചെയ്തു. ആ 3 ടൈപ്പ് ഗ്ലാൻസ് ആരാണ്? ഇത്രയും നമുക്ക് എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കാം. നമുക്ക് ഈ ചാപ്റ്ററിൽ എപ്പിത്തീലിയൽ ടിഷ്യൂസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. ഈ കോമ്പൗണ്ടിലേക്ക് കയറിയില്ല. സബ് ഹെഡിങ് കൊടുത്തോ, കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂസ്. സബ് ഹെഡിങ് ഇട്ട് കൊടുക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊന്നും ഇല്ല, പക്ഷെ ഇതൊക്കെ എൻട്രൻസിന് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ട ഏരിയകളാണ്. കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് ഹെഡിങ്. കോമ്പൗണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം അറിയാം, കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂസ് പറയുമ്പോൾ മൾട്ടി ലെയർ ആണ്. ഒന്നിലധികം ലെയേഴ്സ് കാണുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂസ് വരാറുണ്ട് കേട്ടോ. നമ്മളെ എൻട്രൻസിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യേണ്ട എപ്പിത്തീലിയൽ ടിഷ്യൂസ്, പിന്നെ കണക്റ്റീവ് ആണ്. മസ്കുലാറും ന്യൂറലും ഇവിടുന്ന് വരൂല, കാരണം മസ്കുലർ ടിഷ്യൂസിന്റെ മസിൽസിന്റെ ഒരു ചാപ്റ്റർ വേറെ പഠിക്കുന്നുണ്ട്, ന്യൂറോണിന്റെ ഒരു ചാപ്റ്റർ വേറെ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ 2 ടിഷ്യൂസിന് പൊതുവെ ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. മിക്കവാറും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടിഷ്യൂസിന്റെ ഭാഗത്ത് നിന്ന് വരിക എപ്പിത്തീലിയൽ ടിഷ്യൂസും കണക്റ്റീവ് ടിഷ്യൂസും വരും. അപ്പൊ അതേ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതുള്ളൂ. മസ്കുലർ ടിഷ്യൂസിനെ പറ്റി ഒന്നും അഡീഷണൽ പോയിന്റ് ഇവിടെ പറയില്ല, കാരണം അതിനെ പറ്റി ഒരു ചാപ്റ്റർ വേറെ വരുന്നുണ്ട്. ന്യൂറൽ ടിഷ്യൂസിനെ പറ്റി ഞാൻ ഒന്നും ഇവിടെ പറയില്ല, കാരണം വേറെ ചാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ കോക്രോച്ചിലേക്കാ പോകുന്നത്. ഫോക്കസ് ചെയ്യാൻ കുറച്ച് ഏരിയകളൊക്കെ ഉണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ് ഫോക്കസ് ചെയ്യുക, കണക്റ്റീവ് ടിഷ്യൂസ് ഫോക്കസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഹെഡിങ് ഇട്ട് കൊടുത്തു കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് ഹെഡിങ് കൊടുത്തു. കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് ഹെഡിങ് ഇട്ട് കൊടുത്തു. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം നോക്കാം. കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂസ് പറയുമ്പോൾ നിങ്ങൾ പഠിച്ച മൾട്ടി ലെയർ ആണ്. അതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് ഇവിടെ എൻട്രൻസിന്
അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് പോയിന്റ് കൊടുക്കാം. കോമ്പൗണ്ടബിലിറ്റി ടിഷ്യൂസ് ഫസ്റ്റ് പോയിന്റ് കൊടുക്കാം. ഇറ്റ് ഈസ് again classified into two. It is again classified into two. അതിൽ ഒന്ന് നമ്പറിട്ട് കാണിക്കാം. സ്ട്രാറ്റിഫൈഡ്. നേരത്തെ നമ്മൾ സ്യൂഡോ പഠിച്ചു, ഇവിടെ അങ്ങനല്ല, ഇവിടെ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് എഴുതി. സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ ടൈപ്പിന്റെ പ്രത്യേകത എന്താ? മൾട്ടി ലെയർ ആണ്. ഈ സ്ട്രാറ്റിഫൈഡിന്റെ പ്രത്യേകത നോക്കിക്കോ, ഡീപ്പസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയത്ത ലെയർ. ഡീപ്പസ്റ്റ് ലെയറിൽ നോക്കിക്കോ ക്യൂബോയിഡൽ എപ്പിത്തൽ ടിഷ്യൂസോ അല്ലെങ്കിൽ നോക്കിക്കോ കൊളംനാർ എപ്പിത്തൽ ടിഷ്യൂസിന്റെ ലെയറോ കാണും. ദ ഡീപ്പസ്റ്റ് ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ക്യൂബോയിഡൽ ഓർ കൊളംനാർ എപ്പിത്തീലിയം. മൾട്ടി ലെയർ ആണ് നമ്മൾ പഠിച്ചു ആദ്യം. മൾട്ടി ലെയർ, ഒന്നിലധികം ലെയേഴ്സ് ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താ? സ്ട്രാറ്റിഫൈഡിന്റെ പ്രത്യേകത ഡീപ്പസ്റ്റ് ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ക്യൂബോയിഡൽ ഓർ എപ്പിത്തീലിയൽ കൊളംനാർ എപ്പിത്തൽ ടിഷ്യൂസ്. ക്യൂബോയിഡിനെ കൊണ്ടോ അല്ലെങ്കിൽ കൊളംനാറിനെ കൊണ്ടോ നിർമ്മിതമായതാണ് ഇയാളെ ഡീപ്പസ്റ്റ് ലെയർ. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു നോക്കോ. ഞാൻ കുറച്ച് ഇങ്ങനെ സെല്ലിന്റെ ലെയർ ഇങ്ങനെ വരയ്ക്കാം. അതൊരു ലെയർ, രണ്ടാം ലെയർ, മൂന്നാം ലെയർ, അങ്ങനെ കുറെ ലെയർ. ഞാൻ ഭംഗിയിലൊന്നും വരക്കുന്നില്ല, ഒരു അറിയാൻ വേണ്ടി വരക്കാം. കുറെ ലെയർ. അല്ല, ഡീപ്പസ്റ്റ് ആണ് ഏറ്റവും ഉള്ളിലുള്ളത് ഇയാള്. ഈ ലെയർ, ഏറ്റവും അടിയത്ത ലെയർ നിർമ്മിച്ചിട്ടുള്ളത് ക്യൂബോയിഡിൽ കൊണ്ടോ കൊളംനാർ കൊണ്ടോ ആയിരിക്കും. ഇയാളെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ആരെ? സ്ട്രാറ്റിഫൈഡ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതില് ഒന്ന് ഞാൻ എന്ന് കൊടുക്കണം. സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എന്ന് വിളിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, ഇയാളുടെ ഡീപ്പസ്റ്റ് ലെയർ നിർമ്മിച്ചത് ഇയാളെ കൊണ്ടോ ആണ്. അപ്പൊ എന്താ ഈ സ്ക്വാമസ് വിളിക്കാൻ കാരണം? ഇതിന്റെ സർഫസ് ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്ക്വാമസ്. അടിയിൽ ഈ രണ്ടാളുണ്ട്, ഏറ്റവും ടോപ്പിൽ നോക്കിക്കോ സ്ക്വാമസ് ഉണ്ട്. ഞാൻ വരക്കുന്ന ഡയഗ്രം നോക്കിക്കോ, നമ്മൾ നേരത്തെ വരച്ച അതേപോലെ തന്നെ ഒന്നാം ലെയർ. ഈ ഒന്നാമത്തെ ലെയർ നിർമ്മിച്ച് സ്ക്വാമസ്. പിന്നെ രണ്ടാം ലെയർ ഉണ്ട്, ഇവിടെ രണ്ടാം ലെയർ ഉണ്ട്, മൂന്നാം ലെയർ, നാലാം ലെയർ, 5, അങ്ങനെ 9 ലെയർ ഉണ്ട്. 9ാമത്തെ ലെയർ നിർമ്മിച്ചത് ക്യൂബോയിഡിൽ കൊണ്ടോ കൊളംനാർ കൊണ്ടോ. അപ്പൊ അടിഭാഗത്ത് ക്യൂബോയിഡോ കൊളംനാറോ ഉണ്ട്, ഏറ്റവും ടോപ്പിൽ സ്ക്വാമസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. ഇതന്നെ രണ്ട് ടൈപ്സ്. കെരാറ്റിനൈസ്ഡ് സ്ക്വാമസും നോൺ കെരാറ്റിനൈസ്ഡ് സ്ക്വാമസും. കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. അപ്പൊ നമ്മളെ ഹെയർ നിർമ്മിച്ചിട്ടുള്ളത് കെരാറ്റിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ കൊണ്ടാണ്. കെരാറ്റിനൈസ്ഡ് എന്ന് പറയുമ്പോൾ വാട്ടർ പ്രൂഫാണ്. അതിനുള്ളിലേക്ക് വെള്ളം കയറാൻ അയക്കൂല. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കവറിങ്, അതാണ് കെരാറ്റിൻ എന്ന് പറയാം. കെരാറ്റിൻ എന്ന് പറയുന്ന വാട്ടർ പ്രൂഫ് കാണപ്പെടുന്ന സെല്ലാണെങ്കിൽ കെരാറ്റിനൈസ്ഡ് സ്ക്വാമസ് അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ്. അത് ഇല്ലാത്തതാണെങ്കിൽ നോൺ കെരാറ്റിനൈസ്ഡ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് വിളിക്കും. കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാവും പറയുമ്പോൾ. സ്ട്രാറ്റിഫൈഡ് തന്നെ സ്ക്വാമസ്, അതിൽ തന്നെ കെരാറ്റിൻ ഉള്ളതും കെരാറ്റിൻ ഇല്ലാത്തതും. കെരാറ്റിൻ എന്ന വാട്ടർ പ്രൂഫിന് കാണുന്ന കവറിങ് ആണ്, വാട്ടർ പ്രൂഫറാണ്. നമ്മൾ തന്നെ ലേഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കുക, നമ്മളിടുന്ന ഐലിയർ ഒക്കെ വാട്ടർ പ്രൂഫ് ഉണ്ട്, വെള്ളം നനഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അതേപോലെ വാട്ടർ പ്രൂഫ്, വെള്ളത്തിന് ഉള്ളിൽ കയറാൻ അയക്കൂല. അത് കെരാറ്റിൻ എന്ന് പറയുന്ന കവറിങ് ലെയർ ഉള്ളത്. കവറിങ് ഇല്ലാത്തത് നോൺ കെരാറ്റിനൈസ്ഡ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ്. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് കൊടുത്തു. ഒന്നാമത്തെ ടൈപ്പ് അത് കഴിഞ്ഞു. സ്ട്രാറ്റിഫൈഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൽ ഫസ്റ്റ് പോലെ ഇൻ ദിസ് the deepest layer is made up of cuboidal or columnar. ക്യൂബോയിഡ് കൊണ്ടോ അല്ലെങ്കിൽ കൊളുംനാർ കൊണ്ടോ നിർമ്മിച്ചു. ക്യൂബോയിഡൽ ഓർ കൊളുംനാർ. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് 3 ടൈപ്സ്. ഇതന്നെ 3 ടൈപ്പ് ഉണ്ട്.
ആര് സ്ട്രാറ്റിഫൈഡിന്റെ 3 ടൈപ്പ്. അതിൽ എ പാർട്ടാണ് എടുത്തിട്ടുള്ളൂ. അതിൽ എ കാണിക്കുക സ്ട്രാറ്റിഫൈഡ് സ്കോമസ് എന്ന് കൊടുക്കുക. സ്ട്രാറ്റിഫൈഡ് സ്കോമസ്. ഫസ്റ്റ് പോയിന്റ്, in this the surface layer is made up of squamous. ഈ രണ്ടെണ്ണം ഓൾറെഡി ഉണ്ട്, അതിന്റെ മുകൾ ഭാഗത്ത് കൂടി പറയണം. in this the surface layer, മുകളിൽ സർഫസിലുള്ള മുകളിലുള്ള സർഫസ് ലെയർ is made up of squamous. squamous കൊണ്ട് നിർമ്മിച്ചു. ഫുൾ സ്റ്റോപ്പ്. അത് സെക്കൻഡ് പോയിന്റ്, it is 2 types. ഇയാളിന് 2 ടൈപ്പ്. അതില് ഇതേ നമ്പർ ഇട്ട് കൊടുക്കുക. ഒന്ന് കെരാറ്റിനൈസ്ഡ് സ്ട്രാറ്റിഫൈഡ് സ്കോമസ്. കെരാറ്റിനൈസ്ഡ് സ്ട്രാറ്റിഫൈഡ് സ്കോമസ്. അതിൽ ഒറ്റ പോയിന്റ് ഇതാണുള്ളൂ താഴേക്ക്, കെരാറ്റിൻ പ്രസന്റ് എന്ന് കൊടുക്കുക. കെരാറ്റിൻ എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫർ ആണ്. കെരാറ്റിൻ പ്രസന്റ് അത് പൊതുവെ നമ്മുടെ ബോഡിയിൽ കാണാറില്ല. ഹോർണി ലെയർ. ഇനി ഹോർണി എന്ന് പറയുന്നത് ഹോർണി, HORNY. ഹോർണി എന്ന് പറയുന്നത് HORNY. ഹോർണി ലെയേഴ്സിൽ കാണും. ഈ ഹോൺ എന്ന് പറയുന്നത് ഹോൺ ഐഡിയൊന്നുമില്ല. ഹോൺസ് എന്ന് പറഞ്ഞ HORNY. ഹോർണി എന്ന് വിളിക്കാൻ ഹോൺസ് പറയുന്നത്. മൃഗങ്ങളുടെ കൊമ്പ് കണ്ട കൊമ്പ് ആ കൊമ്പിലാണ് ഇത് കാണപ്പെടുന്നത്. ഹോർണി ലെയർ എന്ന് കൊടുക്കുക. എക്സാമ്പിൾ കൊടുത്തോ, ഇതിന് എക്സാമ്പിൾ കൊടുത്തോ. ഹോർണി ലെയർ ഓഫ് സ്കിൻ. ഹോർണി ലെയർ ഓഫ് സ്കിൻ. HORNY. ഹോർണി ലെയർ ഓഫ് സ്കിൻ. രണ്ടാമത്തെ നമ്പർ ഇട്ട് കാണിച്ചു. രണ്ടാമത്തെ നമ്പർ ഇട്ട് കാണിക്കാം. നോൺ കെരാറ്റിനൈസ്ഡ് സ്കോമസ്. അല്ലെ നോൺ കെരാറ്റിനൈസ്ഡ് സ്ട്രാറ്റിഫൈഡ് സ്കോമസ്. ഇതേപോലെ തന്നെ കൊടുക്കാം. നോൺ കെരാറ്റിനൈസ്ഡ് സ്ട്രാറ്റിഫൈഡ് സ്കോമസ്. അതിന് എക്സാമ്പിൾ എഴുതിക്കോ. ഓറൽ ക്യാവിറ്റി. എക്സാമ്പിൾ കൊടുക്കേണ്ടത് ഓറൽ ക്യാവിറ്റി. ഒരു എക്സാമ്പിൾ ഓറൽ ക്യാവിറ്റിയിൽ വാട്ടർ പ്രൂഫ് ഇല്ലാത്തത് കേട്ടോ. വാട്ടർ പ്രൂഫ് ഇല്ലാത്തത്. വോക്കൽ കോഡ്. വോക്കൽ കോഡ് സൗണ്ട് ബോക്സ്. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ് വോക്കൽ കോഡ്. ഈ വോക്കൽ കോഡ് സർവിക്സ്. ഇതൊക്കെ എവിടെ നാം പഠിക്കും നമ്മൾ. സർവിക്സ്. കോർണിയ. കോർണിയ കണ്ണിൽ കാണുന്നുണ്ട്. സർവിക്സ്, വോക്കൽ കോഡ്, ഓറൽ ക്യാവിറ്റിക്ക് ഇതിന് എക്സാമ്പിൾ ആണ്. നോൺ കെരാറ്റിനൈസിന് എക്സാമ്പിൾ കൊടുക്കുക. ഓറൽ ക്യാവിറ്റി, വോക്കൽ കോഡ്, സർവിക്സ്, കോർണിയ. ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇത്രയും സ്കോമസിനെ പറ്റിയിട്ട് പറയുന്നു. നമ്മൾ പഠിക്കുന്ന കോമ്പൗണ്ട് എപ്പിത്തൽ ടിഷ്യൂസ് ആണ്. അതിന്റെ 3 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഒരു ടൈപ്പ് ആണ് പറഞ്ഞത് സ്ട്രാറ്റിഫൈഡ്. ആ സ്ട്രാറ്റിഫൈഡ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. സ്ട്രാറ്റിഫൈഡിന്റെ പ്രത്യേകത ഡീപ്പസ്റ്റ് ലെയർ ക്യൂബോയിഡ് കൊണ്ടോ കൊളംനാർ കൊണ്ടോ നിർമ്മിച്ചു. അതേ എപ്പിത്തൽ ടിഷ്യൂസിന് മുകൾ ഭാഗത്ത് കണ്ടത് സ്കോമസ് ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് സ്ട്രാറ്റിഫൈഡ് സ്കോമസ്. ഇനി ബി പാർട്ട് കാണിക്കുക. സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ. സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സുഖമാണ്. സി പാർട്ട് സ്ട്രാറ്റിഫൈഡ് കൊളംനാർ. പഠിക്കാൻ സുഖാണൊന്നും. സർഫസിലെ ലെയർ. ഇതിന്റെ സർഫസ് ലെയർ എന്തുകൊണ്ട് നിർമ്മിച്ച സ്കോമസ് ആണെങ്കിൽ ഇതിന്റെ സർഫസ് ലെയർ ക്യൂബോയിഡ് കൊണ്ട് നിർമ്മിച്ചു. ഇതിന്റെ സർഫസ് ലെയർ കൊളംനാർ കൊണ്ട് നിർമ്മിച്ചു. അപ്പൊ നോക്കുക ബി പാർട്ട് കാണിക്കുക. സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ ഐഫട. അതിൽ ഫസ്റ്റ് പോയിന്റ് കൊടുക്കുക. ദ സർഫസ് ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. The surface layer is made up of the surface layer is made up of cuboidal epithelium. Cuboidal epithelium.
ഇതില് എക്സാമ്പിൾ കളർ പേന കൊണ്ട് എഴുതാം, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. യുറീത്ര ഓഫ് ഫീമെയിൽ, നേരത്തെ പഠിച്ചതിന്റെ ബാക്കി. യുറീത്ര, യുറീത്ര നമ്മൾ നേരത്തെ പഠിച്ചതാണ്. യുറീത്ര, യുറീത്ര ഓഫ് ഫീമെയിൽ, ഫീമെയിലിന്റെ യുറീത്ര നിർമ്മിച്ചത് ഇതുകൊണ്ടാണ്. യുറീത്ര ഓഫ് ഫീമെയിൽ. കഴിഞ്ഞിട്ടില്ല, വീണ്ടും പറയുന്നു കൺജക്റ്റീവ, 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 കണ്ണിന്റെ ലെയർ, കൺപോള എന്ന് പറയും. കൺപോള നിർമ്മിച്ചത് ഇതുകൊണ്ടാണ്, കൺജക്റ്റീവ. അതിന് വരുന്ന ഇൻഫെക്ഷൻ കൺജക്റ്റീവ് ഐസ്, റെഡ് ഐസ്, ചെങ്ങണ്ണ് വരുന്ന കാര്യം കൺജക്റ്റീവ. കൺപോള, കൺപോളയുടെ അടിഭാഗത്തുള്ള സാധനം കൺജക്റ്റീവ. യുറീത്ര ഓഫ് ഫീമെയിൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ, സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡൽ. സി പാർട്ട് കാണിക്കുക, സ്ട്രാറ്റിഫൈഡ് കൊളംനാർ, സ്ട്രാറ്റിഫൈഡ് കൊളംനാർ. ഒറ്റ പോയിന്റ് ചെയ്താളൂ. ദ സർഫസ് ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൊളംനാർ. The surface layer is made up of columnar. Surface layer columnar കൊണ്ട് നിർമ്മിച്ചു. എക്സാമ്പിൾ ഞാൻ ഒന്നേ തരുന്നുള്ളൂ. മാമറി ഗ്ലാൻസ്, മാമറി ഗ്ലാൻസ് ഇതിൽ വരുന്ന മാമറി ഗ്ലാൻസ് എക്സാമ്പിൾ കൊടുക്കാം. സർഫസ് ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൊളംനാർ കൊണ്ട് നിർമ്മിച്ചു. ഡീപ്പസ്റ്റ് ലെയർ ഇയാൾ തന്നെയാണ്. മുകളിലത്തെ ലെയർ കൊളംനാർ ആയാൽ സ്ട്രാറ്റിഫൈഡ് കൊളംനാർ. മുകളിലത്തെ ലെയർ ക്യൂബോർഡ് ആയ സ്ട്രാറ്റിഫൈഡ് ക്യൂബോർഡിൽ. മുകളിലത്തെ ലെയർ സ്കോമസ് ആയ സ്ട്രാറ്റിഫൈഡ് സ്കോമസ്. ഇയാൾക്ക് എക്സാമ്പിൾ മാമറി ഗ്ലാൻസ്. ഇയാൾക്ക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു യുറീത്ര ഓഫ് ഫീമെയിൽ ആൻഡ് കൺജക്റ്റീവ. ഇയാൾ രണ്ടര ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാ? കെരാറ്റിനൈസറും നോൺ കെരാറ്റിനൈസറും. ഇങ്ങനെ 3 ടൈപ്പ് സ്ട്രാറ്റിഫൈഡ് കാണുന്നു. രണ്ടാമത്തെ ടൈപ്പ് ഹെഡിങ് ഇട്ട് കൊടുക്കുക. ഇത് 2 ടൈപ്പ് ഉണ്ട്. കോമ്പൗണ്ട് എപ്പിത്തൽ ടിഷ്യൂസ് 2 ടൈപ്പ് ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് കൊടുക്കുക. അതും എക്സാമിന് കൂടുതൽ വന്നൊരു ചോദ്യമാണ്. ട്രാൻസിഷണൽ എപ്പിത്തീലിയം 2 നമ്പർ കാണിക്കുക. ട്രാൻസിഷണൽ, ട്രാൻസിഷണൽ എപ്പിത്തീലിയം എന്ന് കാണിക്കാം. ട്രാൻസിഷണൽ എപ്പിത്തീലിയം. ഇതിന്റെ വേറെ പേരാണ് യൂറോത്തീലിയം. എഴുതിക്കോ, ആൾസോ കാൾഡ് യൂറോത്തീലിയം. അതിന്റെ വേറെ പേര് പറയുന്നു യൂറോത്തീലിയം എന്ന് പറയുന്നു. ഇയാളുടെ പ്രത്യേകത, ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ബേസ്മെന്റ് മെംബ്രെയിൻ. എന്താ ബേസ്മെന്റ് മെംബ്രെയിൻ? ഞാൻ പറഞ്ഞുതരാം. ബേസ്മെന്റ് മെംബ്രെയിൻ എന്ന് പറയുന്ന ആള് ആബ്സെന്റ് ആണ്. അപ്പൊ നോക്കിക്കോ, ഒരു സെല്ല്, ഞാനൊരു സെല്ല് ഇങ്ങനെ വരയ്ക്കണം. ഇതിപ്പോ ഏത് സെല്ല് ആയിക്കോട്ടെ, ഞാനൊരു സെല്ല് പറയണം. ആ സെല്ല് റെസ്റ്റ് ചെയ്യുന്നത് ഒരു ലെയറിന്റെ മുകളിലാണ്. ഈ ലെയറിനെയാണ് എന്ത് വിളിക്കുക? ബേസ്മെന്റ് മെംബ്രെയിൻ എന്ന് വിളിക്കുക. ബേസ്മെന്റ് മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സെല്ല് റെസ്റ്റ് ചെയ്യുന്ന ലെയറാണ്. ഈ ലെയർ ഇല്ലാത്തവരാണ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം അല്ലെങ്കിൽ യൂറോത്തീലിയം. ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഫസ്റ്റ് പോയിന്റ് കൊടുത്തോ. ബേസ്മെന്റ് മെംബ്രെയിൻ ഈസ് ആബ്സെന്റ്. ബേസ്മെന്റ് മെംബ്രെയിൻ ഈസ് ആബ്സെന്റ്. എക്സാമ്പിൾ, എക്സാമ്പിൾ താഴേക്ക് എഴുതിയിട്ട് പോവാം. യൂറിനറി ബ്ലാഡർ, യൂറിനെ സ്റ്റോർ ചെയ്യുന്ന യൂറിനറി ബ്ലാഡർ. യുറീറ്റർ, യൂറിനെ കൊണ്ടുപോകുന്ന ട്യൂബാണ് യുറീറ്റർ. യൂറിനറി ബ്ലാഡർ. 2 എക്സാമ്പിൾ പറയും. യൂറിനറി ബ്ലാഡർ, യുറീറ്റർ ഇതിന് എക്സാമ്പിൾ ആണ്. ഇതൊന്ന് ഫോക്കസ് ചെയ്യുക, കാരണം ഇത് പൊതുവെ ചോദിച്ചിട്ടുണ്ട്. യൂറിനറി ബ്ലാഡർ യുറീറ്ററിൽ കാണപ്പെടുന്ന ട്രാൻസിഷണൽ എപ്പിത്തീലിയം അല്ലെങ്കിൽ യൂറോത്തീലിയം ആണ്. ഇത് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് എപ്പിത്തൽ ടിഷ്യൂസ് ആണ്. മൾട്ടി ലെയർ ആണ്. പക്ഷേ ഇയാൾക്ക് ബേസ്മെന്റ് മെംബ്രെയിൻ ഇല്ല. ബേസ്മെന്റ് മെംബ്രെയിൻ ഇല്ലാത്ത ഏക ടിഷ്യൂസ് ആണ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം അല്ലെങ്കിൽ യൂറോത്തീലിയം. ഇതിന് എക്സാമ്പിൾ എവിടെയാ? യൂറിനറി ബ്ലാഡറിലും യുറീറ്ററിലും ഇയാളെ കാണപ്പെടുന്നു. യൂറിനറി ബ്ലാഡറിലും യുറീറ്ററിലും ഇയാളെ കാണപ്പെടുന്നു എന്നറിഞ്ഞു. ഓക്കെ, ഇത്രയാണ് നമുക്ക് എപ്പിത്തീലിയൽ ടിഷ്യൂസുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ. എപ്പിത്തീലിയൽ ടിഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ. രണ്ടാമത്തെ ഹെഡിങ് അവിടെ കൊടുക്കുക, തുടങ്ങാനായിട്ടില്ല. കണക്റ്റീവ് ടിഷ്യൂസ്. രണ്ടാമത്തെ ഹെഡിങ് അവിടെ കൊടുക്കുക, കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് ഹെഡിങ് അവിടെ കൊടുക്കുക. 2 നമ്പർ സബ് ഹെഡിങ് കൊടുക്കുക, കണക്റ്റീവ് ടിഷ്യൂസ്. പറയുന്ന പോയിന്റ്സ് നോക്കും.
ഞാൻ ഇവിടെ ഇന്ന് തന്നത് 3 പോയിന്റ് ആണ്. ഒന്ന്, സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുന്ന 6ാമത്തെ സിമ്പിൾ ലെവൽ ടിഷ്യൂസിനെ പറ്റി പറഞ്ഞു. രണ്ട് എൻഡോക്രൈൻ, എക്സോക്രൈൻ, ഹെട്രോക്രൈൻ എന്നിങ്ങനെ 3 ഗ്ലാൻസ് ഉണ്ട്. അതിനെ നമ്മൾ വീണ്ടും എന്തൊക്കെയാക്കി, ഒരു സെല്ല് അതിനെ സെക്രഷൻ നടത്തുമ്പോൾ സെല്ലിനൊന്നും കേട് വരുന്നില്ല എങ്കിൽ ആ സെല്ലിന് എന്താ വിളിക്കുക, അതിന് മുകൾ ഭാഗം നഷ്ടപ്പെട്ടാൽ എന്താ വിളിക്കുക, സെല്ല് മൊത്തം നഷ്ടപ്പെട്ടാൽ എന്താ വിളിക്കുക, അങ്ങനെ ഒരു ടൈപ്പ് തന്നു. മൂന്നാമത് ഞാൻ തന്നത് നോക്കിക്കോ, കോമ്പൗണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂസ് പറയുന്ന മൾട്ടി ലെയർ ആണ്. അയാൾ 2 ടൈപ്പ് ആയി തിരിച്ചു. ഒന്ന് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് വിളിച്ചു, രണ്ടാമത് യൂറോത്തീലിയം അല്ലെങ്കിൽ ട്രാൻസിഷണൽ എപ്പിത്തീലിയം വിളിച്ചു. ഇയാളെ 3ആയിട്ട് തിരിച്ചു, സ്ട്രാറ്റിഫൈഡ് സ്കോമസ്, ക്യൂബോയിഡൽ, കൊളുമിനാർ. എക്സാമ്പിൾ പഠിച്ചു. ഇയാൾക്ക് പിന്നെ ബേസ്മെന്റ് മെമ്പറിൻ ഇല്ല. 2 എക്സാമ്പിൾ, യൂറിനറി ബ്ലാഡർ, യൂറീറ്റർ. അപ്പോ ഏകദേശം ഞാൻ 3 ഹെഡിങ് ആണ് നിങ്ങൾക്ക് അഡീഷൻ പോയിന്റ് തന്നത്. ഞാനിവിടെ NCERT പറഞ്ഞുകൊണ്ട് നിന്നാൽ നമുക്ക് എന്ത് ചെയ്യൂല, പിന്നെ വെറുതെ നമുക്ക് എൻട്രൻസ് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എൻട്രൻസ് ക്ലാസ്സിൽ NCERT ഞാൻ പറയാത്ത, ഞാൻ നിങ്ങൾക്ക് നോട്ട് തരാത്ത കാര്യമാണ് പറയേണ്ടത്. തന്നതിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത്രയാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ ടിഷ്യൂസിലേക്ക് കയറുന്നു, കണക്റ്റീവ്. ആ ടിഷ്യൂസ് ആണ് ഹ്യൂമൻ ബോഡിയിലെ മോസ്റ്റ് അബണ്ടന്റ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് തന്നെ പറയുന്നുണ്ട്, ഞാൻ പൊതുവായിട്ട് തരുന്നതല്ല. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ടിഷ്യൂ ഏത്, ദ മോസ്റ്റ് അബണ്ടന്റ് ടിഷ്യൂസ് ഇൻ ദി ഹ്യൂമൻ ബോഡി ചോദിച്ചാൽ കണക്റ്റീവ് ടിഷ്യൂ ആണ്. അയാൾക്ക് ആ പേര് വരാൻ കാരണം മറ്റു ടിഷ്യൂസിനെ കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്നും. എല്ലാ കണക്റ്റീവ് ടിഷ്യൂസും റിലീസ് ചെയ്യുന്നു എ പ്രോട്ടീൻ കാൾഡ് ഇലാസ്റ്റിൻ ഓർ കൊളാജൻ. അത് മാത്രമാണ് ഇവിടെ അഡീഷണൽ പോയിന്റ് തരാനുള്ളത്. ഈ ഇലാസ്റ്റിൻ കൊളാജൻ ഒന്നാണോ, അതാണ് സംശയം. ഇലാസ്റ്റിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ റിലീസ് ചെയ്യുന്നു, കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ റിലീസ് ചെയ്യുന്നു. അത് റിലീസ് ചെയ്യാത്ത ഏക കണക്റ്റീവ് ടിഷ്യൂ പറഞ്ഞാൽ ബ്ലഡ് ആണ്. ബ്ലഡ് ഒഴികെയുള്ള എല്ലാ കണക്റ്റീവ് ടിഷ്യൂസും ഇലാസ്റ്റിൻ അല്ലെങ്കിൽ കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ റിലീസ് ചെയ്യുന്നു. ഒരു എക്സാമിന് ചോദിച്ചാണ് എന്താ ഇലാസ്റ്റിൻ, എന്താ കൊളാജൻ, നോട്ട് എഴുതിക്കാം. കണക്റ്റീവ് ടിഷ്യൂസ് ഹെഡിങ് കൊടുക്കുക, ഫസ്റ്റ് ഇലാസ്റ്റിൻ എന്ന് കൊടുക്കുക. ഇലാസ്റ്റിൻ ഐഫട യെല്ലോ പ്രോട്ടീൻ, ഐഫട്ട കൊടുത്തു. ദേ ആർ യെല്ലോ പ്രോട്ടീൻ. ഒറ്റ പോയിന്റ് പഠിക്കാണോ, ദേ ആർ യെല്ലോ പ്രോട്ടീൻ. അടുത്ത പോയിന്റ് കൊടുക്കുക കൊളാജൻ, ദേ ആർ വൈറ്റ് പ്രോട്ടീൻ. അതൊരു എൻട്രൻസ് ചോദ്യം. വൈറ്റ് പ്രോട്ടീനും യെല്ലോ പ്രോട്ടീനും. വൈറ്റ് പ്രോട്ടീനാണ് ഇയാൾ, വൈറ്റ് പ്രോട്ടീൻ. ഇയാള് യെല്ലോ പ്രോട്ടീനാണ്. നമുക്ക് നല്ല ഇത് കിട്ടാൻ പറ്റും, അറിയാൻ പറ്റും. നമ്മളെ ചിക്കനിൽ ഇത് കാണൂല. ബീഫ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ വീട്ടില് അതിന്റെ ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ബീഫിന്റെ പീസ് ഉണ്ടെങ്കിൽ അതിന്റെ ബോഡിയിൽ ആ പീസിൽ യെല്ലോ ആയിട്ടുള്ള കളർ ഇങ്ങനെ കാണും, വൈറ്റ് ആയിട്ടുള്ള പാടുകൾ കാണും. ചിക്കനിൽ അത് കൃത്യമായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല, കിട്ടും, പക്ഷെ അത് നമുക്ക് അത്ര ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ബീഫാണ് മട്ടൻ ആണെങ്കിൽ ശരിക്കും കാണാൻ പറ്റും. അതിൽ തന്നെ നോക്കിക്കോ, യെല്ലോ ആയിട്ട് കാണുന്ന മഞ്ഞ, നമ്മൾ നെയ്യ് പോലെ കാണുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ താഴെ വൈറ്റ് ആയിട്ടും കാണുന്ന ആളുണ്ട്. ആ യെല്ലോ ആണെങ്കിൽ ഇലാസ്റ്റിൻ ആണ്, വൈറ്റ് ആണെങ്കിൽ കൊളാജൻ ആണ്. അതാണ് ശരിക്കും ഒബ്സർവ് ചെയ്യാൻ പറ്റുക. അപ്പൊ 2 ടൈപ്പിൽ പ്രോട്ടീൻ, രണ്ടും ഒന്നല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റിലൂടെ ഈ പോയിന്റ് പറയുന്നത്. ഇലാസ്റ്റിൻ ഓർ കൊളാജൻ റിലീസ് ചെയ്യുന്നു പറയുമ്പോൾ ഇലാസ്റ്റിന്റെ വേറെ പേരല്ല കൊളാജൻ. ഇലാസ്റ്റിൻ എന്ന് പറയുമ്പോൾ യെല്ലോ പ്രോട്ടീനും കൊളാജൻ എന്ന് പറയുമ്പോൾ വൈറ്റ് പ്രോട്ടീനുമാണ്. അത് റിലീസ് ചെയ്യാത്ത ബ്ലഡ് ആണ്. എല്ലാ കണക്റ്റീവ് ടിഷ്യൂസും പോളിസാക്കറൈഡ് റിലീസ് ചെയ്യുന്നു. ദി ആക്ട് ആസ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ് തന്നു. ദി ആക്ട് ആസ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. ഈ കണക്റ്റീവ് ടിഷ്യൂസില് ഈ പറഞ്ഞ പോളിസാക്കറൈഡിനെയും സെല്ലിനെയും മാട്രിക്സിനെയും അറേഞ്ച് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവരെ 3 ക്ലാസിഫൈ ചെയ്തു. ഒന്ന് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ്, ഡെൻസ്, സ്പെഷ്യൽ. തന്ന നോട്ട് അതേപോലെ വായിക്കാം. അതിനെ ഞാൻ വീണ്ടും പറയുന്നില്ല. സ്പെഷ്യലിൽ ആരാണ്, ഡെൻസിൽ 2 ഡെൻസ് റെഗുലർ, ഡെൻസ് ഇറഗുലർ. എക്സാമ്പിൾ അതിലെ ലിഗമെന്റ്സ്, ടെൻഡൻസ് നല്ല എക്സാം ചോദ്യമാണ്. അതുപോലെ നമ്മൾ പറഞ്ഞു ഏതാ, ലൂസ് കൺ ടിഷ്യൂസ് 2 അഡിപ്പോസ് ടിഷ്യൂ, ഫാറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടിഷ്യൂ ആണ്. സെല്ലിന്റെ ഡയഗ്രം നോക്കണം, അത് ചിത്രം തന്നിട്ട് നമ്മളോട് ഐഡന്റിഫൈ ചോദിക്കും. അതുപോലെ മാസ് സെൽസ്, ഫൈബ്രോബ്ലാസ്റ്റ്, അതുപോലെ തന്നെ മാക്രോഫേസ് എന്നീ 3 സെൽസുകൾ കാണപ്പെടുന്ന ഏരിയോള ടിഷ്യൂസ് ഡയഗ്രം തന്നിട്ട് നിങ്ങളോട് അത് ഏതൊക്കെ സെല്ല ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് നോക്കി തന്നെ വേണം, കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഈ 3 സെൽസ് ABCD ലാബലിംഗ് തന്നിട്ട് മിസ്റ്റേക്ക് ആയതുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആയത് ഓപ്ഷൻ ഏതെന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിൽ ഏതാണ് ഈ പറഞ്ഞ മാക്രോഫേജസ്, ഏതാണ് ഈ പറഞ്ഞ പോലെ മാസൽസ്, ഏതാണ് ഈ ഫൈബ്രോബ്ലാസ്റ്റ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം.
ഡയഗ്രം ഇമ്പോർട്ടന്റ് ആണ്. എൻട്രൻസ് ഡയഗ്രം ഇമ്പോർട്ടന്റ് ആണ്, നല്ല ഇമ്പോർട്ടന്റ് ആണ്. അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്, അത്രയും പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് മസ്കുലർ ടിഷ്യൂസിൽ അഡീഷണൽ പോയിന്റ് ഇല്ല. ഞാൻ പറഞ്ഞു മസ്കുലർ ടിഷ്യൂസിനെ പറ്റി നമുക്ക് ചാപ്റ്റർ പഠിക്കാറുണ്ട്. നാലാമത്തെ ന്യൂറൽ ടിഷ്യൂസിനെ കുറിച്ചും അഡീഷണൽ പോയിന്റ് ഇല്ല. ന്യൂറൽ ടിഷ്യൂസിനെ പറ്റിയും അഡീഷണൽ പോയിന്റ് ഇല്ല. കാരണം ന്യൂറൽ കൺട്രോൾ എന്ന ചാപ്റ്റർ പഠിക്കാനുണ്ട്. ന്യൂറൽ കൺട്രോൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാനുള്ള അഡീഷണൽ പോയിന്റ് ഇല്ല. ആ രണ്ട് ഭാഗത്തും അഡീഷണൽ പോയിന്റ് ഇല്ല. കാരണം ഒരു ചാപ്റ്റർ മൊത്തം പഠിക്കാണ്ടല്ലോ. ഒരു ചാപ്റ്റർ മൊത്തം പഠിക്കാണ്ടായിട്ട് നമുക്ക് ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. സബ് ഹെഡിങ് കൊടുക്കാം, സബ് ഹെഡിങ് കൊടുക്കാം, മോർഫോളജി ഓഫ് കോക്രോച്ച്. അതിലേക്ക് പോവാം നേരെ. സബ് ഹെഡിങ് കൊടുക്കാം, മോർഫോളജി ഓഫ് കോക്രോച്ച്. കോക്രോച്ചിന്റെ ഭാഗത്തേക്ക് നേരെ കയറും. മോർഫോളജി ഓഫ് കോക്രോച്ച്. കുറഞ്ഞ ഭാഗങ്ങളെ ഒരു ചാപ്റ്ററിന് ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയണം. കുറച്ച് ഭാഗങ്ങളെ ഉണ്ടാവുള്ളൂ ചാപ്റ്ററിന്. നോക്കുക, ആകെ 4 പോയിന്റ് ഈ ചാപ്റ്ററിന്റെ ഒരു ഭാഗം കഴിഞ്ഞു. ഈ മോർഫോളജി ഓഫ് കോക്രോച്ചും അനാട്ടമി ഓഫ് കോക്രോച്ചും ഉള്ളത്. മോർഫോളജിയിൽ ആകെ 4 പോയിന്റ്സ് പറയാനാണ്. നോക്കിക്കോ, മോർഫോളജി പഠിക്കുമ്പോൾ കോക്രോച്ചിന്റെ സൈസ് ആണ് നമ്മൾ ടെസ്റ്റിന് പറഞ്ഞ 1/3 to 4 ഇഞ്ച്. സെന്റിമീറ്ററിലും പറയുന്നുണ്ട്, മില്ലിമീറ്ററിലും പറയുന്നുണ്ട്. സെന്റിമീറ്ററിലും പറയുന്നുണ്ട്, മില്ലിമീറ്ററിലും പറയുന്നുണ്ട്. ഞാൻ വാല്യൂസ് പറയുന്നില്ല. ഇതൊന്ന് ഈ പറഞ്ഞ സെന്റിമീറ്റർ പറയുന്ന 0.6 to 7.6 എന്തോ ഒരു വാല്യൂ പറയുന്നു. ടെസ്റ്റിൽ ആ വാല്യൂസ് പറയുന്നുണ്ട്, മാർക്ക് ചെയ്യാം. നമ്മൾ ഇഞ്ചിലെ പറഞ്ഞു 1/3 to 4 ഇഞ്ച്, 1/4 into 3 ഇഞ്ച് സൈസ്, 1/4 to 3 ഇഞ്ച് സൈസിൽ കാണപ്പെടുന്നു. അതിന് പുറമെ തന്നെ ഇയാളെ വേറൊരു പോയിന്റ് കൂടി പഠിക്കാനുണ്ട്. ഇയാൾ സെന്റിമീറ്ററിൽ എത്രയാണ്, മില്ലിമീറ്ററിൽ എത്രയാണ്. പിന്നെ നമ്മൾ പഠിച്ചത് ആർത്രോപോഡ് എന്ന് പറഞ്ഞ ഫയലത്തിൽ വരുന്നു. ബോഡി ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ ഡിവൈഡ് ചെയ്തു. ഹാർഡ് പ്ലേറ്റ് കാണപ്പെടുന്നു, അത് സ്ക്ലീറൈറ്റ് വിളിക്കുന്നു. വെൻട്രൽ സെല്ലിൽ കാണുന്ന ഹാർഡ് പ്ലേറ്റിനെ സ്റ്റേണൈറ്റ് എന്നും, ബാക്കിൽ കാണുന്നതിനെ ടെർഗേറ്റ് വിളിക്കുന്നു. രണ്ടിനെയും ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ആർത്രോയിഡൽ മെംബ്രെയിൻ ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താ, ഈ പറഞ്ഞ കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ച എക്സോസ്കെലറ്റൺ ആണ്. ഹെഡിന്റെ ഭാഗത്തേക്ക്, ഹെഡ് എന്ന് പറയുന്നത് 6 സെഗ്മെന്റുകൾ ഫ്യൂസ് ചെയ്തുണ്ടായതാണ്. അവിടെ ആന്റിന, മൗത്ത്, അതുപോലെ ഐ കാണുന്നു. ടെക്സ്റ്റ് ബുക്കിൽ ഒരു അണ്ടർലൈൻ ചെയ്യാം. ഓസില്ലി എന്ന് പറയുന്ന ഒരാളെ കാണും. ഓസില്ലി. സെക്കൻഡ് ഐ, ആന്റിനക്കും കണ്ണിനും ഇടയിൽ ചെറിയൊരു പുള്ളി കാണുന്നുണ്ടാവും. ഓസില്ലി. ടെസ്റ്റിൽ അണ്ടർലൈൻ ചെയ്യണം, ആ ടേം അണ്ടർലൈൻ ചെയ്യാം. സെക്കൻഡ് ഐ എന്ന പേരിലാണ് അറിയപ്പെടുക. അതിനെ വിളിക്കുന്നവരെന്താ, സെക്കൻഡ് ഐ. ഇനി അല്ലെങ്കിൽ നോട്ടിൽ എഴുതിക്കോ, ദ സെക്കൻഡ് ഐ ഓഫ് കോക്രോച്ച് ഈസ് കാൾഡ് ഓസില്ലി. ഈ ടേംസ് ടെസ്റ്റിൽ തന്നിട്ടുണ്ടാവും. ഓസില്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഓസില്ലസ്, ഓസില്ലസ് അങ്ങനെ കൊടുത്തു. ഓസില്ലസ്, ഓസില്ലസ് സെക്കൻഡ് ഹൈ. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ചെറിയൊരു പുള്ളി കാണുണ്ടാവും, അതിനാണ് സെക്കൻഡ് ഈ പറഞ്ഞ വിളിക്കുന്നത്, സെക്കൻഡ് ഐ എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ ആന്റിന എടുക്കുക. ഡയഗ്രത്തിൽ ആന്റിന എടുക്കുക. ആന്റിന എന്ന് പറയുന്ന ആൾ നോക്കോ, 3 പാർട്സ് കാണും. അപ്പൊ ആ പോയിന്റ് അങ്ങനെ തന്നെ കൊടുത്തു. ആന്റിന കണ്ടെയ്ൻ 3 പാർട്സ്. അടുത്ത പോയിന്റ് കൊടുക്കുക, ആന്റിന കണ്ടെയ്ൻ 3 പാർട്സ്. അതിൽ 1 ആന്റിന കണ്ടെയ്ൻ 3 പാർട്സ് കാണിച്ചു. അതിൽ 1 സ്കേപ്പ് എന്ന് കാണിക്കുക. സ്കേപ്പ് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. സ്കേപ്പ് ആന്റിന തുറന്നു വെച്ച് നോക്കിയാൽ മതി. ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ തുറന്നു വെക്കുക. ആന്റിന തുറന്നു വെക്കുക. അതിൽ ഒന്നാമത്തതിനെ വിളിക്കുക സ്കേപ്പ്. ഇതിനെന്താ വിളിക്കുക നോക്കോ, ലാർജസ്റ്റ് ആയിട്ടുള്ള, പറഞ്ഞ ഇതല്ലേ ലാർജസ്റ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പോഡോമർ എന്നാണ് വിളിക്കുക. എന്താ ഈ പോഡോമർ നോക്കോ, ഈ ആന്റിന എന്ന് പറയുന്ന ആക്കുന്നത് കുറെ ഇങ്ങനെ വട്ടം ഇങ്ങനെ സെഗ്മെന്റ്സ് ഇങ്ങനെ കാണുന്നത്. സെഗ്മെന്റ് അല്ല, ഏറ്റവും ബേസ് അടിയിൽ അതിന്റെ ബോഡിയുമായിട്ട് ടച്ച് ചെയ്ത ഏറ്റവും വലിയ സെഗ്മെന്റ്, അതാണ് പോഡോമർ എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെന്റ് ആണ്. ഏറ്റവും വലിയ ബേസിലുള്ള ആ സെഗ്മെന്റിനെ വിളിക്കുന്ന പേരാണ് സ്കേപ്പ്. അപ്പൊ എന്താണ് സ്കേപ്പ്? ലാർജസ്റ്റ് ബേസിൽ കാണുന്നില്ല, ഏറ്റവും വലിയ ബേസിൽ കാണുന്ന പോഡോമറിനെ, ആ ഒരൊറ്റ സെഗ്മെന്റ്, ഒരാളേലുള്ളൂ, ഒരൊറ്റ സെഗ്മെന്റിനെ വിളിക്കുന്ന പേരാണ് സ്കേപ്പ്. അപ്പൊ സ്കേപ്പ് എന്ന് കാണിച്ചു 3 പാർട്സിൽ 1 സ്കേപ്പ്. ഐഫട ലാർജസ്റ്റ് സെഗ്മെന്റ് ഇൻ ദി ആന്റിന, ലാർജസ്റ്റ് സെഗ്മെന്റ് ഇൻ ദി ആന്റിന, കോമഡ ഇറ്റ് ഈസ് ദി ബേസൽ പോഡോമർ. ഏറ്റവും അടിയിൽ കാണുന്ന ബേസൽ പോഡോമർ.
ബേസൽ പോഡോമർ എന്ന പേരിൽ അറിയപ്പെടുന്നു. 2 നമ്പർ ഇട്ട് കൊടുത്തു. പെഡിസൽ എന്ന് കൊടുക്കാം. ഐഫട്ടന്റെ കൂടുതൽ എഴുതിക്കോ. സെക്കൻഡ് പോഡോമർ, രണ്ടാമത്തെ, ഇതിന് തൊട്ട് മുകളിൽ കാണുന്ന രണ്ടാമത്തെ ആളെ സെക്കൻഡ് പോഡോമറിനെ വിളിക്കുന്ന പേരാണ് പെഡിസൽ എന്ന് വിളിക്കുന്നു. മൂന്നാമത്തെ ഫ്ലാജെല്ലം, ഫ്ലാജെല്ലം എന്ന് കൊടുക്കാം. മൂന്നാമത്തെ പാർട്ട്. ആന്റിനയ്ക്ക് 3 ഭാഗമുണ്ട്. സ്കേപ്പ്, പെഡിസൽ, മൂന്നാമത്തെ ഫ്ലാജെല്ലം. ഇറ്റ് കണ്ടെയ്ൻ മെനി പോഡോമോസ്. ഇറ്റ് കണ്ടെയ്ൻ മെനി പോഡോമോർ. മെനി പോഡോമോസ് അടങ്ങുന്ന രണ്ടാമത്തെ സെഗ്മെന്റ് മുകളിൽ. അപ്പൊ നോക്കിക്കോ, ഒന്നാമത്തിന് എന്താ വിളിച്ചു? സ്കേപ്പ്. 2 എന്താ വിളിച്ച്? പെഡിസൽ. ഇനി അതിന്റെ മുകളിലുള്ള ചെറിയ ചെറിയ കുഞ്ഞു 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 കുറെ കാലത്ത് ഫ്ലജെല്ല എന്ന് പേര് വിളിച്ചു. ബാക്കിയുള്ള എല്ലാ സെഗ്മെന്റിനും എന്താ വിളിക്കുക? ഫ്ലജെല്ല. ഒന്നിനെ വിളിച്ച പേര് സ്കേപ്പ്, 2നെ വിളിച്ച പേര് പെഡിസൽ, ബാക്കിയുള്ളതിനൊക്കെ ഫ്ലജെല്ല എന്ന് വിളിക്കും. അത് തേർഡ് തൊട്ട് ലാസ്റ്റ് വരെ, തേർഡ് ടു ലാസ്റ്റ് വരെയുള്ള പോഡോമറിനെ വിളിക്കുന്ന പേരാണ് ഫ്ലജെല്ലം. മെനി പോഡോമോസ്. 3 ടു ലാസ്റ്റ് വരെയുള്ള പോഡോമോസിനെ വിളിക്കുന്ന പേരാണ് ഫ്ലജെല്ലം എന്നും വിളിച്ചു. ഫ്ലജെല്ലം. ഓക്കെ. ഇനി ഇവിടെ പഠിക്കാനുള്ളതോ ഇയാളെ മൗത്ത് പാർട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ബൈറ്റിംഗ് ആൻഡ് ചൂയിങ് ടൈപ്സ്, അതാണ് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ബൈറ്റിംഗ് ആൻഡ് ചൂയിങ് ടൈപ്സ് മൗത്ത് പാർട്സ് ആണ് കോക്രോച്ചിനുള്ളത്. ബൈറ്റിംഗ് ആൻഡ് ചൂയിങ് ടൈപ്സ് മൗത്ത് പാർട്സ് ഇയാൾ കാണിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ബൈറ്റിംഗ് ആൻഡ് ചൂയിങ് ടൈപ്സ് മൗത്ത് പാർട്സിൽ ആരൊക്കെ ഉണ്ടാവും? പെയർ ഓഫ് മാൻഡിബിൾ, പെയർ ഓഫ് മാക്സില്ല, പിന്നെ ലാബിയം, ലാബ്രം, അതുപോലെ ഹൈപ്പോഫാരിക്സ്. അതിന്റെ ഡയഗ്രാം ഇമ്പോർട്ടന്റ്. കാരണം +2 നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഡയഗ്രാം വരച്ചു കൊടുക്കണം. പ്രാക്ടിക്കലിന് ഡയഗ്രാം ചോദിക്കാറുണ്ട്, വരച്ചു കൊടുക്കണം. അപ്പൊ ആ ഡയഗ്രാം തന്നാൽ ഇത് ആരാണോ? മാക്സിലയാണോ, മാൻഡിബിൾ ആണോ, ലാബിയാണോ, ലാബ്ര ആണോ എന്ന് ചോദിക്കാറുണ്ട്. ഇത്രയും നമുക്ക് ഏത് ഭാഗത്ത് പഠിക്കാനുള്ളതാ? ഹെഡ് എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാം. ഈ തൊറാക്സിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട്, തൊറാക്സിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നോക്കൂ, തൊറാക്സ് എന്ന് പറയുമ്പോൾ 3 സെഗ്മെന്റ്സ് കൊണ്ട് നിർമ്മിച്ചു നമുക്കറിയാം അല്ലെ? ഏതൊക്കെ സെഗ്മെന്റാ? പ്രോതൊറാക്സ്, മെറ്റാതൊറാക്സ്, മീസോതൊറാക്സ്. 3 അറിയാം. 2 പെയർ വിങ്സ് ഉണ്ടാവുന്നത്, 2 പെയർ വിങ്സ് ഇയാൾക്കുണ്ട്. 3 പെയർ ലെഗ്സും ഉണ്ട്. ഒരു ലെഗ്സ് ഉണ്ടാകുന്ന പ്രോതൊറാക്സ് എന്നാണ്, അത് പ്രോതൊറാക്സിക് ലെഗ്. രണ്ടാമത് മീസോതൊറാക്സ്, മീസോതൊറാക്സിക് ലെഗ്. മൂന്നാമത് മെറ്റാതൊറാക്സ്, അതിനെ മെറ്റാതൊറാക്സിക് ലെഗ് എന്ന് വിളിച്ചു. 2 പെയർ വിങ്സ് ഉണ്ട്. അതിൽ ഒരു പെയർ വിങ്സ് മീസോതൊറാക്സ് എന്ന് ഒറിജിൻ ചെയ്യുന്നു. ഇറ്റ് ഡു നോട്ട് യൂസ് ടു ഫ്ലൈറ്റ്, ഇറ്റ് പ്രൊട്ടക്ട് ഹൈൻഡ് വിങ്സ് ഡ്യൂറിംഗ് ദി ടൈം ഓഫ് റെസ്റ്റ് എന്നൊക്കെ പഠിച്ചു. രണ്ടാമത്തെ പെയർ വിങ്സിന് എന്താ വിളിക്കുക? മെറ്റാതൊറാക്സിക് വിങ്സ് അല്ലെങ്കിൽ ഹൈൻഡ് വിങ്സ് വിളിക്കുന്നു. ഇറ്റ് യൂസ്ഡ് ടു ഫ്ലൈറ്റ്. ഒന്നാമത്തെ ടെക്മിനൊക്കെ പേര് വിളിച്ച കുറവുണ്ട്, ടെസ്റ്റിൽ നോട്ട് തന്നതാ. ഇവിടെ നമുക്ക് ലെഗ്സിന്റെ ഒരു ഡയഗ്രാം വരക്കണം. ഞാൻ ഡയഗ്രാം വരക്കുന്നു നോക്കാം. ഡയഗ്രാം വരക്കുന്നു നോക്കാം. ഞാൻ ഡയഗ്രാം വരച്ചെടുക്കട്ടെ. നമ്മുടെ കാല് പോലെ തന്നെ ഇയാളെ കാണും. വരക്കാനായിട്ടില്ല നിങ്ങൾക്ക്. നമ്മുടെ കാലിനെ പോലെ തന്നെ ഇയാളെ കാലും കാണാം. നോക്കിക്കോ, ഏകദേശം നോക്കിയാൽ വരക്കുന്നു നോക്കാം. നമ്മളെ കാലും മടക്കി വെച്ച പോലെ തോന്നുന്നുണ്ട് നോക്കാം. 1, 2 ഞാൻ ഓരോ സെഗ്മെന്റ്സിൽ ഞാൻ വരക്കുന്നു നോക്കണം. നമ്മുടെ കാല് പോലെ ഞാൻ ബെൻഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം. ഇങ്ങനെയാണ് ഇയാളെ കാല് കാണുന്നത്. ഈ കാലിന് പ്രത്യേകത ഉണ്ട്. അതിന്റെ ഓരോ ബോണിനും വിളിക്കുന്ന പേര്, ഇതൊരു ബോണിന്റെ പേരാണ്. കോക്സ എന്നാണ് ഈ സെഗ്മെന്റിനെ വിളിക്കുക. കാലിന്റെ 1ാമത്തെ സെഗ്മെന്റിനെ വിളിക്കുന്നവര് കോക്സ. 2ാമത്തിനെ ഇയാളെ വിളിക്കുന്നവര് ട്രോക്കൻഡർ. ട്രോക്കൻഡർ എന്ന പേര് വിളിക്കുന്നു. 2ാമത്തെ എന്താ വിളിക്കുക? ട്രോക്കൻഡർ. 3ാമത്തെ ഇയാളെ വിളിക്കുന്ന പേര് ഫീമർ എന്ന് വിളിക്കുന്നു. ഫീമർ. ഇത് നിങ്ങൾക്ക് മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ, മനുഷ്യന്റെ കാലും കെട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മനുഷ്യന്റെ 1ാമത്തെ ബോണും കോക്സ. ഈ ട്രോക്കൻഡർ നമുക്കുണ്ട്. ഇത് ഫീമർ നമുക്കുണ്ട്. പിന്നെ ഇയാളെ ടിബിയ എന്ന് വിളിക്കുന്നു. നമുക്കും ടിബിയ ഉണ്ട്. അതാണ് മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട് ഇയാൾ. അതുകൊണ്ടാണ് ഈ കോക്രോച്ചിനെ പറ്റി പഠിക്കാൻ കാരണം. പിന്നെ ഇയാളെ വിളിക്കുന്നവര് ടാർസസ് എന്ന് വിളിക്കും. 5 ഭാഗങ്ങളാണ് കാലിന് നമുക്ക് മാർക്ക് ചെയ്തത്. 1ാമത്തെ ഈ സെഗ്മെന്റിനെ കോക്സ, അതായത് ബോഡിയുമായിട്ട് ഒട്ടി നിൽക്കുന്ന ആ സെഗ്മെന്റിനെ കോക്സ.
പിന്നെ ഈ കാണുന്ന രണ്ടാമത്തെ സെഗ്മെന്റ് ട്രോക്കൻഡർ എന്നും മൂന്നാമത്തെ സെഗ്മെന്റിനെ ഫീമർ എന്നും നാലാമത്തെ സെഗ്മെന്റ് ടിബിയ എന്നും അഞ്ചാമത്തെ സെഗ്മെന്റ് ടാർസസ് എന്ന് വിളിക്കുന്നു. ടാർസസ് എന്ന പേരും വിളിക്കുന്നു. ടാർസസ്, ടാർസസ്, SUS, ടാർസസ്. അപ്പൊ ലെഗ്സിന്റെ പാർട്സുകളാണ്. അപ്പൊ അടുത്ത പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത ദ പാർട്സ് ഓഫ് ലെഗ്സ് ആർ, അതിന്റെ ലെഗ്സ് എന്ന് പഠിക്കണം നമുക്ക്. ദ പാർട്സ് ഓഫ് ലെഗ്സ് ആർ, ദ പാർട്സ് ഓഫ് ലെഗ്സ് ആർ. ഈ ഡയഗ്രാം വരച്ചിട്ട് അതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിക്കും. ഡയഗ്രാം വരച്ചിട്ട് അടയാളപ്പെടുത്തും. ഡയഗ്രാം വരച്ചിട്ട് അടയാളപ്പെടുത്തും. കോക്സ ഏതാണ്? ട്രോക്കൻഡർ ആരാണ്? ഫീമർ, ടിബിയ, ടാർസസ്. വരച്ചു കഴിഞ്ഞാൽ ഒന്ന് ചാറ്റ് ചെയ്യും. വരച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ, ഒന്ന് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ അടയാളപ്പെടുത്തൊന്നും ചെയ്യണ്ട. വരക്കുക, ഡയഗ്രാം വരച്ചോളോ ലാബിൽ ചെയ്യാം. അടയാളപ്പെടുത്തുക. വരച്ചു കഴിഞ്ഞാൽ ഒന്ന് ചാറ്റ് ചെയ്യണം. കോക്സ, ട്രോക്കൻഡർ, ട്രോക്കൻഡർ, ഫീമർ, ടിബിയ, ഓക്കെ. ഇനി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാളെ നോക്കോ. ഡിസ്കസ് ചെയ്യാൾ അടുത്ത് നോക്കോ. ഡിസ്കസ് ചെയ്യാൾ അടുത്ത് നോക്കോ. ഇയാളെ അബ്ഡോമന്റെ ഭാഗമാണ്. അബ്ഡോമന്റെ ഭാഗം നമുക്ക് ടെസ്റ്റിലുള്ള ടേംസിനെ പഠിക്കാനുള്ളൂ. മെയിൽ ഫീമെയിൽ കോക്രോച്ചിനെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്ന് പറഞ്ഞൊരു ഭാഗം. അത്രയാണ് മോർഫോളജിയുടെ ഭാഗം പഠിക്കാനുള്ളത്. അപ്പൊ അടുത്ത സബ് ഹെഡിങ് കൊടുക്കുക. ആ ഭാഗം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാലോ, അഡീഷണൽ പോയിന്റ് പഠിക്കാനില്ല. അനാട്ടമി ഓഫ് കോക്രോച്ച് എന്ന് ഹെഡിങ് കൊടുക്കുക. സബ് ഹെഡിങ് കൊടുക്കുക. അടുത്ത് അനാട്ടമി ഓഫ് കോക്രോച്ച്. അനാട്ടമി ഓഫ് കോക്രോച്ച്. അനാട്ടമിയിൽ നമ്മൾ പഠിക്കാത്തൊരു പോയിന്റ്, രണ്ട് പോയിന്റിൽ പഠിക്കാണ്ട്. അതിൽ ഒന്ന് നമ്മളിട്ട് കാണിച്ചു സ്കെലറ്റൽ സിസ്റ്റം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. അതിൽ ഒന്ന് നമ്മളിട്ട് നിങ്ങൾ ഹെഡിങ് കൊടുക്കുക, സ്കെലറ്റൽ സിസ്റ്റം എന്ന് ഹെഡിങ് കൊടുക്കുക. അനാട്ടമിയിൽ ഒന്ന് നമ്മളിട്ട് ഹെഡിങ് കൊടുക്കുക, സ്കെലറ്റൽ സിസ്റ്റം. നമ്മൾ പഠിക്കാത്ത പോയിന്റ് പറയുന്നു, സ്കെലറ്റൽ സിസ്റ്റം. ഫസ്റ്റ് പോയിന്റ് അത് നോട്ടാക്കി എഴുതാനുള്ളൂ. They have two type skeletal system. They have two type skeletal system. നമ്പർ 1 എൻഡോസ്കെലറ്റൻ, 2 എക്സോസ്കെലറ്റൻ. ഒന്ന് ബോഡിക്ക് ഉള്ളിലുള്ള സ്കെലറ്റൻ, അതാണ് എൻഡോസ്കെലറ്റൻ. 2 എക്സോസ്കെലറ്റൻ. ഒന്ന് എൻഡോസ്കെലറ്റൻ ആണ്, രണ്ടാമത്തെ എക്സോസ്കെലറ്റൻ. They have two type skeleton പറഞ്ഞു. അതിൽ ഒന്ന് എൻഡോസ്കെലറ്റൻ ആണ്, രണ്ടാമത്തെ എക്സോസ്കെലറ്റൻ ആണ്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് കൊടുത്തു, 2 സ്കെലറ്റൻ കൊടുത്തു. The muscles are attached into endoskeleton. Muscles are attached into endoskeleton. It is called, അത് മാത്രം ഒന്ന് കളർ പേന കൊണ്ട് കൊടുക്കുക. It is called അപ്പോഡേം. It is called അപ്പോഡേം. അതിനെ വിളിക്കുന്ന പേരാണ് അപ്പോഡേം എന്ന പേര് വിളിക്കുന്നത്. It is called അപ്പോഡേം. The muscles are attached into endoskeleton. Muscles are attached into endoskeleton. എൻഡോസ്കെലറ്റിലാണ് മസിൽസ് അറ്റാച്ച് ചെയ്യുക. മസിൽസ് ആർ അറ്റാച്ച്ഡ് ഇൻടു എൻഡോസ്കെലറ്റൻ. എൻഡോസ്കെലറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഇറ്റ് ഈസ് കാൾഡ് അപ്പോഡേം. അതിനെയാണ് അപ്പോഡേം എന്ന് വിളിക്കുക. അപ്പോഡേം, അപ്പോഡേം. ഇറ്റ് ഈസ് കാൾഡ് അപ്പോഡേം. അപ്പൊ ഞാൻ ഇതിലെ ഒന്നാമത്തെ ഹെഡിങ് പഠിപ്പിച്ചു നിങ്ങൾ
എൻഡോസ്കെലിറ്റൻ ഉണ്ട്, എക്സോസ്കെലിറ്റൻ ഉണ്ട്. എക്സോസ്കെലിറ്റൻ നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടാണ്. ബോഡിക്ക് ഉള്ളിലും അസ്ഥികൂടം ഉണ്ട്, പുറത്തും ഉണ്ട്. പുറത്ത് പ്രൊട്ടക്ഷന് സഹായിക്കുന്നു, ഉള്ളില് ഇയാൾക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ എന്താണ് പറയാ, നിവർന്ന് നിൽക്കാൻ വേണ്ടി സപ്പോർട്ടിങ്ങിന് സഹായിക്കും. ഉള്ളിലുള്ള സ്കെലറ്റിനുമായിട്ട് ആര് അറ്റാച്ച് ചെയ്യും, മസിൽസ് അറ്റാച്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് കാൾഡ് അപ്പോർട്ടം. ഉള്ളിലുള്ള സ്കെലറ്റിനുമായിട്ട് മസിൽസ് അറ്റാച്ച് ചെയ്യുന്നു. ഇറ്റ് ഈസ് കാൾഡ് അപ്പോർട്ടം. ഈ 2 നമ്പർ ഹെഡിങ് കൊടുത്ത ബോഡി വാൾ. 2 നമ്പർ ഹെഡിങ് കൊടുത്ത ബോഡി വാൾ. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത അതിൽ ഫസ്റ്റ് പോയിന്റ് കൊടുക്കുക. ഇറ്റ് ഈസ് 3 ലെയർ. ബോഡി വാൾ 3 ലെയർ കൊണ്ട് നിർമ്മിച്ച. ഇറ്റ് ഈസ് 3 ലെയർ. 3 ലെയർ ആണ് ബോഡി വാള്. നമ്പറിന്റെ താഴെ കൊടുത്തു. ജസ്റ്റ് ആ പേര് മാത്രം പഠിക്കാനുള്ളൂ. 1 ക്യൂട്ടിക്കിൾ. 1. 2 എപ്പിഡെർമിസ്. 3 ബേസ്മെന്റ് മെംബ്രെയിൻ. ക്യൂട്ടിക്കിൾ ഉണ്ട്, എപ്പിഡെർമിസ് ഉണ്ട്, ബേസ്മെന്റ് മെംബ്രെയിൻ. ക്യൂട്ടിക്കിള്, എപ്പിഡെർമിസ്, ബേസ്മെന്റ് മെംബ്രെയിൻ. ഓക്കെ. ഇനി മൂന്നാമത്തെ നമ്പറിട്ട് ഹെഡിങ് കൊടുക്കാം. അലിമെന്ററി കനാൽ. നമുക്ക് അവിടെ ചെറിയ അഡീഷണൽ പോയിന്റ്സ് പഠിക്കാം. അലിമെന്ററി കനാൽ. അപ്പൊ ആദ്യം നമുക്ക് ഇയാൾ അലിമെന്ററി കനാലിനെ പറ്റിയൊക്കെ അറിയണം കേട്ടോ. ഞാൻ അതറിയാതെ ഇവിടെ കാട് കയറി പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് പഠിക്കാതെ ഇത് പഠിച്ചാൽ എൻട്രൻസ് കിട്ടുമോ. അങ്ങനല്ല, ആദ്യം അത് പഠിച്ചിട്ട് അതിന്റെ കൂടെ ഇത് പഠിക്കണം. അപ്പൊ അലിമെന്ററി കനാൽ നിങ്ങൾക്കറിയാം, മൗത്ത് മുതൽ ആനസ് വരെയുള്ള ട്രാക്ക് ആണ്. അതിന്റെ 3 ക്ലാസിഫൈ ചെയ്തു. ഫോർഗട്ട്, മിഡ്ഗട്ട്, ഹൈൻഗട്ട്. ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫോർഗട്ട്, മിഡ്ഗട്ട്, ഹൈൻഗട്ട്, ഇങ്ങനെ 3 ക്ലാസിഫൈ ചെയ്തു. ഫോർഗട്ടില് നിങ്ങൾക്കറിയാം മൗത്ത് ഉണ്ട്, സലൈവറി ഗ്ലാൻസ് ഉണ്ട്, സലൈവറി റിസർവോർ ഉണ്ട്, അതുപോലെ ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാർഡ്, ഹെപ്പാറ്റിക് സീക്കം, ഗിസാർഡ് വരെ. മിഡ്ഗട്ടിന്റെ വേറെ പേര് മീസെൻട്രോൺ. മിഡ്ഗട്ടിനെയും ഫോർഗട്ടിനെയും വേർതിരിച്ചത് ഹെപ്പാറ്റിക്കലി ഗ്യാസ്ട്രിക് സീക്കയാണ്. അത് 6 to 8 ഉണ്ട്. അത് ഡൈസ്റ്റി ജ്യൂസ് എൻസൈം റിലീസ് ചെയ്യുന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ പഠിച്ചു ഹൈൻഗട്ട്. അവിടെ കാണുന്ന ഇലിയം, കോളൻ, റെക്ടം, ആനസ്. ഹൈൻഗട്ടിനെയും മിഡ്ഗട്ടിനെയും വേർതിരിക്കുന്ന ആള് ആരായിരുന്നു? ഈ പറഞ്ഞ മാൽഫിജിയൻ ട്യൂബ്യൂൾസ് സെപ്പറേറ്റ് ചെയ്തു. ഇത്രയും നിങ്ങൾക്ക് അറിയണം. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം പഠിക്കാൻ പറ്റും. ആദ്യം നോട്ടിൽ തന്ന കാര്യം നിങ്ങൾക്ക് അറിയണം. അപ്പൊ നിങ്ങൾ അതിൽ നോട്ടിൽ എഴുതേണ്ട ഒരു പോയിന്റ്, ഫസ്റ്റ് എഴുതേണ്ട പോയിന്റ്, ഫോർഗട്ട് ഈസ് ആൾസോ കാൾഡ്. ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോ. ഫോർഗട്ടിന് വേറൊരു പേരും കൂടി ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ അത് പറഞ്ഞിട്ടില്ല. ഫോർഗട്ട് ഈസ് ആൾസോ കാൾഡ് സ്റ്റോമോഡിയം. എഴുതിക്കന്റെ കൂടുതൽ എഴുതിക്കോ. സ്റ്റോമോഡിയം എന്ന് വിളിക്കുന്നു. ഫോർഗട്ട് ഈസ് ആൾസോ കാൾഡ് സ്റ്റോമോഡിയം. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. രണ്ടാമത്തെ പോയിന്റ്, മിഡ്ഗട്ട് ഈസ് ആൾസോ കാൾഡ്. ഒരു പേരുമായി പഠിച്ചിട്ടുണ്ട്. ഏതാ? മീസെൻട്രോൺ. അതെനിക്ക് വേണ്ട. ആൾസോ കാൾഡ് വെൻട്രിക്കൂലസ് എന്ന പേര് വിളിക്കുന്നു. മിഡ്ഗട്ടിനും വേറെ പേരുണ്ട്. മിഡ്ഗട്ടിന് നമ്മൾ പഠിച്ചു മീസെൻട്രോൺ എന്നൊരു പേര് പഠിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അതിന് വേറൊരു പേര് കൂടി ഉണ്ട്, വെൻട്രിക്കുലസ്. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ ചോദിക്കാറുണ്ട്. മൂന്നാമത്തത്, ഹൈൻഗട്ട് ഈസ് ആൾസോ കാൾഡ്. മൂന്നാമത്തെ പോയിന്റ് കൊടുക്കുക. ഹൈൻഗട്ട് ഈസ് ആൾസോ കാൾഡ് പ്രോക്ടോഡിയം. ഈ 3 ടേംസ് അറിയണം. ഫോർഗട്ട് ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, മിഡ്ഗട്ട് ഉണ്ട്, ഹൈൻഗട്ട് ഉണ്ട്. ഈ ഫോർഗട്ടിന്റെ വേറെ പേരെന്താ? സ്റ്റോമോഡിയം. മിഡ്ഗട്ടിന്റെ വേറെ പേരെന്താ? മീസെൻട്രോൺ എന്ന് പഠിച്ചിട്ടുണ്ട്, ശരിയാണ്. അതിന് കൂടെ വേറൊരു പോയിന്റ് പഠിക്കുന്നത് വെൻട്രിക്കൂലസ് എന്ന് വിളിക്കുന്നു. വീണ്ടും ഹൈൻഗട്ട് ഈസ് ആൾസോ കാൾഡ് പ്രോക്ടോഡിയം എന്ന് വിളിക്കുന്നു. ഓക്കെ.
ഇത്രയാണ് നമുക്ക് അലിമെന്ററി കനാലുമായിട്ട് അഡീഷൻ പഠിക്കാനുള്ളത്. ഒരു സബ് ഹെഡിങ് കൊടുക്കുക. ഇതിന്റെ ബാക്കി 4 കൊടുക്കാനായിട്ടില്ല, 3 തന്നെയാണ്. അലിമെന്ററി കനാൽ തന്നെയാണ്. ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഹെഡിങ് കൊടുക്കും. ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്, ഇയാളെ ഡൈജസ്റ്റീവ് ഗ്ലാൻഡിൽ ആരൊക്കെയാണ്? ഡൈജസ്റ്റീവ് ഗ്ലാൻസ് നമ്പറുടെ 1 നിങ്ങൾക്ക് തന്നെ അറിയും, നമ്മൾ പഠിച്ചിട്ടുണ്ടോ? സലൈവറി ഗ്ലാൻഡ് 1. ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് എന്ന് കാണിച്ചിട്ട് കൊടുക്കുക സലൈവറി ഗ്ലാൻഡ്. ഒരു ഐഫർ ഇടണം, കാരണം ഇത് നമുക്ക് ശരിക്കും ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജി തന്നെ, സുവോളജി തന്നെ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ പഠിക്കുന്നത്. അപ്പൊ ഈ സലൈവറി ഗ്ലാൻസിൽ നിന്ന് എൻസൈം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെ ടൈപ്പ് എൻസൈം? അപ്പൊ ഇരിക്കോ, ഇറ്റ് റിലീസ് അമൈലേസ്. താഴേക്ക് എഴുതുകയാണെങ്കിൽ അമൈലേസ്. ഈ എൻസൈം എന്തിനെ ഡൈജസ്റ്റ് എന്ന് ചോദിച്ചാൽ കാർബോഹൈഡ്രേറ്റ് നൈഫ് ഇട്ട് കൊടുക്കുക. കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്നവനാണ് അമൈലേസ്. കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്നതാണ്. മാൾട്ടേസ് എഴുതണ്ട, ഒന്നും എഴുതണ്ട. മാൾട്ടേസ് ഇവിടെ വേണമെങ്കിൽ കോമട്ടമായി. കാർബോഹൈഡ്രേറ്റ് മാൾട്ടേസ് എൻസൈമിന് താഴേക്ക് എഴുതണേ. ഇൻവെർട്ടേസ് എൻസൈമിന്റെ പേര്. ഇയാളെ തന്നെ ഡൈജസ്റ്റ് ചെയ്യും, കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യും. വീണ്ടും ഞാൻ പറയുന്നു, ലാക്ടേസ്. ഈ 4 എൻസൈമും കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം. നമുക്കത് മനസ്സിലാവണമെങ്കിൽ ശരിക്കും ഡൈജഷൻ ചാപ്റ്റർ എടുക്കണം. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഞാൻ ഈ ചാപ്റ്ററിന്റെ എൻട്രൻസ് എടുക്കുന്ന രസം, അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം നമ്മളും അമൈലേസിനെയാണ്. മനുഷ്യനിലും അമൈലേസ് ഉണ്ട്. ഇതിൽ കേട്ടിട്ടുണ്ടാവും സലൈവറി അമൈലേസ് കേട്ടിട്ടുണ്ടാവും. ഇതേ അമൈലേസ് തന്നെ ഇയാൾക്കുണ്ട്. നമുക്കുണ്ട് മാൾട്ടേസ്, നമുക്കുണ്ട് ഇൻവെർട്ടേസ്, നമുക്കുണ്ട് ലാറ്റേസ്. മനുഷ്യന്റെ സെയിം എൻസൈമുകൾ കാണപ്പെടുന്നു. പക്ഷെ നമുക്ക് റിലീസ് ചെയ്യുന്ന സലൈവറി ഗ്ലാൻഡ് അല്ല. നമ്മുടെ സലൈവറി ഗ്ലാൻഡ് ഇയാളെ മാത്രം റിലീസ് ചെയ്യുന്നുള്ളൂ. ഇയാളും റിലീസ് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗ്ലാൻഡ് ആണ്. നമ്മുടെ മനുഷ്യന്റെ ഇൻഡസ്ട്രിയൽ ഗ്ലാൻഡ് എന്നാണ് ഈ 3 ഉണ്ടാക്കുന്നത്. ഒക്കെ പഠിക്കാൻ നമുക്കുണ്ട്, വേറെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ബേസിക് തരുന്നത്. ഈ സലൈവറി ഗ്ലാൻസ് എന്ന് പറയുന്ന ആളിൽ നിന്ന് സലൈവ എന്ന് പറയുന്ന ആൾ ഉൽപ്പാദിപ്പിക്കുന്നു. ആ സലൈവയിൽ കാർബോഹൈഡ്രേറ്റുകളെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈമുകളുണ്ട്. ഏതൊക്കെ എൻസൈമുകളുണ്ട്? അമൈലേസ്, മാൾട്ടേസ്, ഇൻവെർട്ടേസ്, ലാക്ടേസ് തുടങ്ങിയ എൻസൈംസിൽ കാണപ്പെടുന്നു. ഇതാണ് ഒരു ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്. നമുക്ക് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ഇനിയും പഠിക്കാൻ. രണ്ടാമത്തെ നമ്പർ ഇട്ട് കാണിക്കാം. രണ്ടാമത്തെ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ഹെപ്പാറ്റിക് സി കെ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഹെപ്പാറ്റിക് സി കെ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് സി കെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഹെപ്പാറ്റിക് സി കെ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് സി കെ. ഇവിടെ ഇതിന്റെ പേര് ഞാൻ വേറൊന്നും മാറ്റി പഠിക്കണം. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് എൻട്രിക് സി കെ. അതും കൂടി പഠിക്കണം. എൻട്രിക് സി കെ, ആ പോയിന്റ് അതേ കൊടുക്കുക. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് എൻട്രിക് സി കെ. എൻട്രിക് സി കെ നോക്കോ. ഇയാള് 3 ടൈപ്പ് എൻസൈം റിലീസ് ചെയ്തു. ഞാൻ അവിടെ താഴേക്ക് ഇങ്ങനെ പുള്ളി ഇട്ട് കൊടുക്കണം. 3 ടൈപ്പ് എൻസൈം. നിങ്ങൾ എഴുതല്ലേ 3 ടൈപ്പ് എൻസൈം ആണ് ഹെപ്പാറ്റിക് സീക്ക് റിലീസ് ചെയ്യുക. നിങ്ങൾക്കറിയാം ഹെപ്പാറ്റിക് സീക്ക് പഠിച്ച റിലീസ് ഡൈജസ്റ്റീവ് ജ്യൂസ് പറഞ്ഞു. ഞാൻ അതിൽ ഒരു എൻസൈമിന്റെ പേര് ജനറൽ ആയിട്ട് കൊടുക്കുന്നു, അമൈലോലൈറ്റിക്. ഞാൻ പറയുന്ന ടേംസ് കേൾക്കുക. അമൈലോലൈറ്റിക്. 2 പ്രോട്ടിയോലൈറ്റിക്. ഞാൻ പറയുന്ന കേൾക്കുക ആദ്യം. 1 അമൈലോലൈറ്റിക്, 2 പ്രോട്ടിയോലൈറ്റിക്, 3 ഞാൻ പറയുന്നു ലിപ്പോലൈറ്റിക്. എന്താ അതിന്റെ അർത്ഥം? അമൈലോലൈറ്റിക് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം. പ്രോട്ടിയോലൈറ്റിക് പറഞ്ഞാൽ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം. ലിപ്പോലൈറ്റിക് പറഞ്ഞാൽ ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം. ഇങ്ങനെ 3 ആളെയും ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം ഹെപ്പാറ്റിക് സീക്ക് അല്ലെങ്കിൽ എൻട്രിക് സീക്ക് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് സീക്ക് റിലീസ് ചെയ്യുന്നു. ഇവിടെ ഹെപ്പാറ്റിക് സീക്ക് അല്ലെങ്കിൽ എൻട്രിക് സീക്ക് 3 ടൈപ്പ് എൻസൈം റിലീസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ എൻസൈമാ? കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യാൻ അമൈലോലൈറ്റിക്. അപ്പൊ ഇവിടെയും ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇയാൾ റിലീസ് ചെയ്യും. പ്രോട്ടീന് ലിപ്പിഡ് ആദ്യം നടക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഇയാളിൽ നിന്ന് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം ഒന്നും ഇല്ല. അത് റിലീസ് ചെയ്യുന്നത് ഹെപ്പാറ്റിക് സീക്ക് ആണ്. ഇയാളാണ് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാനും ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം ഉൽപ്പാദിപ്പിക്കുന്നത്.
അതിൽ ഫസ്റ്റ് പോയിന്റ് ഇരിക്കും. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് എൻട്രിക് സി കെ എന്ന് കൊടുത്തു. ആൾസോ കാൾഡ് എൻട്രിക് സി കെ എന്ന് കൊടുത്തു. സെക്കൻഡ് പോയിന്റ്, it release three enzymes. Three enzymes. മൂന്ന് enzymes ഉൽപ്പാദിപ്പിക്കും. It release three enzymes. ഏതൊക്കെ താഴേക്ക് അമൈലോലൈറ്റിക് ഡൈസ്ഡ് കാർബോഹൈഡ്രേറ്റ്. അമൈലോലൈറ്റിക് കാണിച്ചിട്ട് ഐഫഡ ഡൈജസ്റ്റ് കാർബോഹൈഡ്രേറ്റ്. ഡൈജസ്റ്റ് കാർബോഹൈഡ്രേറ്റ്. ഡൈജസ്റ്റ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് ഇയാൾ. രണ്ടാമത് കാണിച്ചു പ്രോട്ടിയോലൈറ്റിക്. ഡൈജസ്റ്റ് പ്രോട്ടീൻ. പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. മൂന്ന് ലിപ്പോലൈറ്റിക്. ഡൈജസ്റ്റ് ലിപ്പിഡ്. ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ലിപ്പോലൈറ്റിക്. പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന പ്രോട്ടിയോലൈറ്റിക്. കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന അമൈലോലൈറ്റിക്. ഇങ്ങനെ മൂന്ന് ടൈപ്പ് എൻസൈമിനെ ഹെപ്പാറ്റിക് സീക്ക് റിലീസ് ചെയ്തു. മൂന്ന് ടൈപ്പ് എൻസൈമിനെ ഹെപ്പാറ്റിക് സീക്ക് റിലീസ് ചെയ്തു. മൂന്നാമത്തെ നമ്പർ ഇട്ട് കാണിക്കാം. ഞാൻ ഇയാളെ പറ്റി പറയുന്നൊന്നുമില്ല. മിഡ്ഗട്ട്. മിഡ്ഗട്ട് എന്ന് പറയുന്ന ആളും ഒരു എന്താ ആക്ട് ചെയ്യുന്നു? ഡൈജസ്റ്റിക് ഗ്ലാൻഡ് ആക്ട് ചെയ്യുന്നു. മിഡ്ഗട്ട് നമ്മൾ നേരത്തെ ഒരു ഫംഗ്ഷൻ പഠിച്ചിട്ടില്ല. മിഡ്ഗട്ട് എന്ന് പറയുന്ന ആൾക്ക് മീസെൻട്രോം എന്ന പേരുണ്ട്. ഇയാൾക്ക് റൂളും പഠിച്ചിട്ടില്ല. ഇയാളും എന്ത് ചെയ്യുന്നു? ഈ മൂന്ന് എൻസൈം റിലീസ് ചെയ്യുന്നു. അപ്പൊ മിഡ്ഗട്ട് എന്ന് മൂന്നാമത് കൊടുക്കുക. ഇറ്റ് റിലീസ് അമൈലോലൈറ്റിക്, പ്രോട്ടിയോലൈറ്റിക് ആൻഡ് ലിപ്പോലൈറ്റിക് എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഇറ്റ് റിലീസ് അമൈലോലൈറ്റിക്, പ്രോട്ടിയോലൈറ്റിക് ആൻഡ് ലിപ്പോലൈറ്റിക്. ഇറ്റ് റിലീസ് അമൈലോലൈറ്റിക്, പ്രോട്ടിയോലൈറ്റിക് ആൻഡ് ലിപ്പോലൈറ്റിക്. ഈ മൂന്നാളെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം ഇയാൾ റിലീസ് ചെയ്തു. ഇപ്പോഴാണ് ശരിക്കും ഡൈജസ്റ്റീവ് സിസ്റ്റം ആയിട്ടുള്ളൂ. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ആദ്യം അലിമെന്ററി കനാല് വേണം, പിന്നെ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് വേണം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ സലൈവറി ഗ്ലാൻഡ്, ഹെപ്പാറ്റിക് സീക്ക്, മെഡിക്കറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവര് എന്താന്ന് പറഞ്ഞിട്ടില്ല. അത് നമുക്ക് എൻട്രൻസിന് പഠിക്കണം. ഇയാൾ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ആണ്, ഇയാൾ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ആണ്, ഇയാൾ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ആണ്. ഇയാൾ റിലീസ് ചെയ്യുന്ന എല്ലാ എൻസൈമും കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്യാനാണ്. ഇയാളും റിലീസ് ചെയ്യുന്ന എൻസൈം ആരൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം. ഈ മൂന്നാളെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് ഈ മൂന്നാള്. അത് ഇയാൾ റിലീസ് ചെയ്തു, ഇയാൾ റിലീസ് ചെയ്തു. ഓക്കെ, അടുത്ത സബ് ഹെഡിങ് കൊടുക്കാം, സർക്കുലേഷൻ. നമ്മൾ അത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് കയറി സർക്കുലേഷനിലേക്ക്. ഞാൻ ഓരോ ഹെഡിങ് എടുത്തെടുത്ത് തന്നെ വരുന്നുണ്ട്. അടുത്ത സബ് ഹെഡിങ് കൊടുക്കാം, സർക്കുലേഷൻ. സബ് ഹെഡിങ് കൊടുക്കാം, സർക്കുലേഷൻ. അതിന്റെ അവസാനത്തേക്ക് എത്തണ്ട നമുക്ക്. ഓരോ ഭാഗത്തും ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇയാൾക്ക് ഹാർട്ട് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഇൻകംപ്ലീറ്റ് ആണ്. അതുപോലെ ഈ പറഞ്ഞ ബ്ലഡ് ഉണ്ട്. നമ്മൾ ആദ്യം ബ്ലഡിനെ പറ്റി പഠിച്ചു. ബ്ലഡ് എന്ന് പറയുന്നത് കളർലെസ് ആണ്. ബ്ലഡ് ഇസ് കാൾഡ് ഹീമോലിംഫ്. ആ ബ്ലഡിനെ പമ്പ് ചെയ്യുന്ന 13 അറകളുള്ള, ഹാർട്ടിന് 13 അറകളുള്ള ജീവിയാണ് കോക്രോച്ച്. ആ ജീവി ഈ ബ്ലഡിനെ ബോഡി ക്യാവിറ്റിയിൽ, ബ്ലഡ് വെസൽസിൽ ഇൻകംപ്ലീറ്റ് ആണ്, ആർട്ടറി മാത്രമേ ഉള്ളൂ. ആർട്ടറി ഉപയോഗിച്ചിട്ട് എങ്ങോട്ട് പമ്പ് ചെയ്യും? ബോഡി ക്യാവിറ്റിയിലേക്ക് പമ്പ് ചെയ്യും. ബോഡി ക്യാവിറ്റി, ഞാൻ ആ സ്ട്രെസ് ചെയ്ത് പറയണം, ബോഡി ക്യാവിറ്റിയിലേക്ക് പമ്പ് ചെയ്യും. ബോഡി ക്യാവിറ്റിയിൽ ബ്ലഡ് നിറച്ച കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഹീമോസീൽ. ബോഡി ക്യാവിറ്റിയിൽ ബ്ലഡ് നിറച്ച കണ്ടീഷൻ എന്താ വിളിക്കുക? ബോഡി ക്യാവിറ്റിയിൽ ബ്ലഡ് നിറച്ച കണ്ടീഷൻ എന്താ വിളിക്കുക? ഹീമോസീൽ. അപ്പൊ ഞാൻ ഇതിന്റെ സർക്കുലേഷൻ വരക്കാൻ പോകും. നോക്കോ, ഹാർട്ട് എന്ന് പറയുന്ന ആള് ഏതാന്നൊക്കെയല്ലേ പറയുന്നത് കേൾക്കുക. ഹാർട്ട് നിങ്ങൾക്കറിയാം 13 അറകളുള്ള ഹാർട്ട് ജീവിക്കുന്നുണ്ട്. ആ ഹാർട്ട് ബ്ലഡിനെ ആദ്യം പമ്പ് ചെയ്യും എങ്ങോട്ട് നോക്കോ? ഹെഡ് സിനസ് എന്ന് പറയുന്ന ഭാഗം. സിനസ് പറഞ്ഞ ക്യാവിറ്റിയിലേക്കാണ്. ആരിലൂടെ പമ്പ് ചെയ്യുക? ആന്റീരിയർ അയോട്ട. അല്ലെങ്കിൽ വേണ്ട, ആർട്ടറിന്ന് കൊടുത്താൽ മതി. ആർട്ടറിയിലൂടെ, ഹാർട്ടിൽ നിന്ന് ആർട്ടറി ബ്ലഡിനെ ആദ്യം എത്തിച്ചു കൊടുക്കുക. ഹെഡ് സിനസ്. സിനസ് എന്ന വാക്കിന്റെ അർത്ഥം ക്യാവിറ്റി എന്നാണ്. പിന്നീട് അത് എങ്ങോട്ടാ പമ്പ് ചെയ്യുക? പെരി ന്യൂറൽ
ന്യൂറൽ സിനസിലേക്ക് പമ്പ് ചെയ്തു. ഞാൻ പറയുന്നത് ശരിക്കും നോക്കണം. പെരി ന്യൂറൽ അപ്പൊ നോക്കിക്കോ, ആദ്യത്തിന്റെ ഹെഡിന്റെ ഭാഗത്തൊക്കെ പോ, ഹെഡിൽ കുറെ ക്യാവിറ്റി. പിന്നെ ഹെഡിൽ നിന്ന് പെരി ന്യൂറൽ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ഏറ്റവും പുറത്തുള്ള പുറം ഭാഗത്ത് ഏറ്റവും പുറമേ ഉള്ള ക്യാവിറ്റിയാണ് പെരി ന്യൂറൽ സിനസ് പറയുന്നത്. പെരി ന്യൂറൽ സിനസിലേക്ക് വരുന്നു. വീണ്ടും ഈ പെരി ന്യൂറൽ സിനസിന് ബ്ലഡ് എങ്ങോട്ടാ പോവാ? ആദ്യം ഞാൻ പറഞ്ഞ ഓർഡർ കിട്ടണേ. നമ്മൾ സാധാരണ മനുഷ്യരിൽ ബ്ലഡ് പമ്പ് ചെയ്ത് പോകുന്ന അതേ ഓർഡർ. ഹാർട്ട് ബ്ലഡിനെ പമ്പ് ചെയ്തു ആരിലൂടെ? ആർട്ടിലൂടെ ഹെഡിലുള്ള ക്യാവിറ്റിയിലേക്ക്. പിന്നെ അത് പെരി ന്യൂറൽ ബോഡിയുടെ ഏറ്റവും പുറത്ത് കാണുന്ന, പുറം ഭാഗത്ത് ബോഡിയുടെ പുറത്തല്ല, ഉള്ളിൽ തന്നെ ഏറ്റവും പുറം ഭാഗത്ത് നമ്മുടെ സ്കിന്നിനോട് അടുത്ത് കാണുന്ന ക്യാവിറ്റിയാണ് പെരി ന്യൂറൽ സിനസ്. പെരി ന്യൂറൽ സിനസ് നിന്ന് ബ്ലഡ് എങ്ങോട്ടാ പോവാന്ന് നോക്കിക്കോ? പെരി വിസറൽ സിനസ്. പെരി വിസറൽ സിനസ്, രണ്ടാമത് സിനസ്. സിനസ് എന്ന ക്യാവിറ്റിയാണ്. അപ്പൊ ഏതൊക്കെ ക്യാവിറ്റി ഉണ്ട്? ഹെഡ് ക്യാവിറ്റി ഉണ്ട്, പെരി ന്യൂറൽ സിനസ് ഉണ്ട്, ക്യാവിറ്റി ഉണ്ട്, പെരി വിസറൽ സിനസ് ഉണ്ട്. പെരി വിസറൽ സിനസിലേക്ക് പോയി. വീണ്ടും ആ പെരി വിസറൽ സിനസ് ബ്ലഡ് എങ്ങോട്ടാ പോവാ? പെരികാർഡിയൽ, ഹാർട്ടിന്റെ അടുത്തായി പെരികാർഡിയൽ സിനസ്. ഇത് ഹാർട്ടിന്റെ അടുത്തുള്ള ക്യാവിറ്റിയാണ്. ഇവിടുന്ന് വീണ്ടും ബ്ലഡ് എങ്ങോട്ട് കയറും? ഹാർട്ടിലേക്ക് തിരിച്ചു. അപ്പൊ എങ്ങനെയാ ബ്ലഡിന്റെ സർക്കുലേഷൻ നടക്കുന്ന നോക്കോ? ഹാർട്ട് പമ്പ് ചെയ്യും, കോൺട്രാക്ട് ചെയ്ത് ബ്ലഡുമായിട്ട് പമ്പ് ചെയ്യും. എങ്ങോട്ടാ പമ്പ് ചെയ്യുക? ആർട്ടറിയിലൂടെ ഹെഡിലുള്ള ക്യാവിറ്റിയിലേക്ക്. ഹെഡിലുള്ള ക്യാവിറ്റിയിൽ നിന്ന് അത് പെരി ന്യൂറൽ ക്യാവിറ്റിയിലേക്ക് പോയി, സിനസ് എന്ന ക്യാവിറ്റി. അത് വീണ്ടും പെരി വിസറൽ സിനസിലേക്ക് പോയി. അത് വീണ്ടും പെരികാർഡിയൽ, പെരികാർഡിയം ഹാർട്ടുമായി അടുത്തതാണ്. ഹാർട്ടിന്റെ അടുത്ത ക്യാവിറ്റി ഇത്, ഹാർട്ടിന്റെ അതിന്റെ തൊട്ട് പിറകുള്ള ക്യാവിറ്റി ഇത്, അതിനെ പുറകുള്ള ക്യാവിറ്റി ഇത്. അവിടെയാണ് കാണുന്നത്. അപ്പൊ നോക്കോ, എന്റെ ബോഡിയുടെ നോക്കോ 3 ക്യാവിറ്റിയായിട്ട് അറേഞ്ച് ചെയ്തു, 3 അറകളായിട്ട് അറേഞ്ച് ചെയ്തു. അപ്പൊ ഏറ്റവും പുറത്ത് ഏതാ? പെരി ന്യൂറൽ. പിന്നെ നടുവിൽ എന്ന പെരി വിസറൽ, ഏറ്റവും ഉള്ളിൽ എന്ന ഇത്. പക്ഷെ ഇവിടേക്ക് ബ്ലഡ് വന്നത് നേരെ എന്താ ആർട്ടറി എന്നല്ല. ആർട്ടറി ബ്ലഡുമായിട്ട് ഹെഡിന്റെ ക്യാവിറ്റിയിലേക്ക് പോയി. ഹെഡ് ക്യാവിറ്റിയിൽ നിന്ന് ഏറ്റവും പുറത്തുള്ള പെരി ന്യൂറൽ സിനസിലേക്ക് പോയി. പിന്നെ അതിന്റെ ഉള്ളിലുള്ള പെരി വിസറൽ സിനസിലേക്ക് പോയി. പിന്നെ അതിന്റെ ഉള്ളിലുള്ള പെരികാർഡിയൽ സിനസിലേക്ക് വന്നു. പിന്നെ വീണ്ടും ഹാർട്ടിലേക്ക് പോയി. ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇയാളുടെ സർക്കുലേഷൻ. ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. ഈ ഫ്ലോ ചാർട്ട് അടുത്തായ വരച്ചെടുക്കുക. സർക്കുലേറ്ററി സിസ്റ്റം അതേ പറഞ്ഞുള്ളൂ. അപ്പൊ ഇതിന്റെ ഈ ക്യാവിറ്റിയില് ബ്ലഡ് നിറച്ച കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുക? ഹീമോസീൽ. ഇവിടെ ബ്ലഡ് നടക്കും, ഇവിടെ ബ്ലഡ് നടക്കും, ഇവിടെ ബ്ലഡ് നടക്കും, ഇവിടെ ബ്ലഡ് നടക്കും. ഇവിടെ നിറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് തള്ളും, അപ്പൊ ഇവിടേക്ക് വേറെ ബ്ലഡ് വരും. അപ്പൊ ഇവിടുത്തെ നിറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഇവിടുത്തെ ഇങ്ങോട്ട് തള്ളും, അപ്പൊ ഇവിടുത്തെ ഇങ്ങോട്ട് തള്ളും. ഇവിടുന്ന് അത് ഇങ്ങോട്ട് തള്ളും, അപ്പൊ ഇവിടുത്തെ ഇങ്ങോട്ട് കയറും. ഓരോന്നും ഇങ്ങനെ കയറും. അപ്പൊ ഇവിടുന്ന് പിന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ ഇത് ഇങ്ങോട്ട് കയറും. ഇങ്ങനെ പമ്പ് ചെയ്ത് ഇങ്ങനെ വരും. അതാണ് സർക്കുലേഷൻ. ഈ ഫ്ലോ ചാർട്ട് അതുപോലെ വരച്ചു കഴിഞ്ഞാൽ പറയും. വരച്ചു കഴിഞ്ഞാൽ പറയും. ആരുടെ അങ്ങനെ ഇറങ്ങി ഇടക്കിടക്കിടത്തിന് ലെഫ്റ്റ് ആയി ജോയിൻ ചെയ്തുകൊണ്ട് നെറ്റ്വർക്ക് ഒന്നും ഇല്ലേ? ഇത് വരച്ചു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു ചാറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കാള് റെസ്പിറേഷന്റെ ഭാഗമാണ്. അവിടെ വേറെ പഠിക്കാനൊന്നുമില്ല. ആ ഭാഗം തന്നെ പഠിച്ചാൽ മതി. അവിടെ ഹെഡിങ് കൊടുക്കണ്ട, കാരണം അതിന്റെ അഡീഷണൽ പോയിന്റ് വല്ലാതെ പഠിക്കാനില്ല. റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചാൽ എന്താ? ഇയാൾ റെസ്പിറേറ്ററി ഓർഗൻ ട്രക്കിയാണ്. ട്രക്കിയുടെ പുറത്തേക്കുള്ള ഓപ്പണിംഗ് സ്പൈറക്കിൾ, അത് 10 പെയേഴ്സ് ആണ്. ട്രക്കിയുടെ ബ്രാഞ്ചിലെ സ്പൈറക്കിൾസ് ട്രക്കിയോൾസ് വിളിച്ചു. ട്രക്കിയുടെ ബ്രാഞ്ചിലെ ട്രക്കിയോൾസ്. ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ് ഡിഫ്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന സ്ഫിങ്ക്റ്റർ ആണ്. അതിന്റെ അതിൽ പഠിക്കാൾ വേറൊന്നും പഠിക്കാനൊന്നും. ഇവിടെ ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻസ്. ഇയാളുടെ ബ്ലഡിന് റെസ്പിറേഷൻ ഹെഡിങ് കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്.
റെസ്പിറേഷൻ ഹെഡിങ് കൊടുക്കും, അതിനത് ആവശ്യമുണ്ട്. റെസ്പിറേഷൻ ഹെഡിങ് കൊടുക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇയാളുടെ ബ്ലഡില് ഹീമോഗ്ലോബിൻ ഉണ്ടോ, കളർ ഉണ്ടോ? ചാറ്റ് ചെയ്തോ. ഇയാളുടെ ബ്ലഡിന് കളർ ഉണ്ടോ? കളേർഡ് ബ്ലഡ് ആണോ ഇയാൾക്കുള്ളത്? കോക്രോച്ചിന്റെ ബ്ലഡ് കളേർഡ് ബ്ലഡ് ആണോ? അല്ല. അപ്പൊ സാധാരണ നമ്മുടെ ബ്ലഡ് ഒക്കെ റെഡ് കളറാണ്, റെഡ് കളറാണ്. അപ്പൊ നമ്മുടെ ബ്ലഡിന്റെ ഫംഗ്ഷൻ എന്താ? ഓക്സിജൻ CO2 ട്രാൻസ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ റെസ്പിറേഷൻ പറയുമ്പോൾ ഇയാളുടെ ബ്ലഡിന് ഓക്സിജൻ CO2 ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കേസിൽ റൂൾ ഉണ്ടോ എന്നാണ് ചോദ്യം. നമ്മുടെ കേസിൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ആളുണ്ടെങ്കിൽ ഓക്സിജൻ CO2 ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇയാൾക്ക് അതൊന്നും ഇല്ല. അപ്പൊ ഇയാളെ ബ്ലഡ് ഓക്സിജൻ CO2 ട്രാൻസ്പോർട്ട് നടത്തുന്നുണ്ടോ എന്ന ചോദ്യം. പറടാ, ഉണ്ടാവോ? ഉണ്ടാവോ? നിങ്ങൾ ചിന്തിച്ചൊക്കെ ഉണ്ടാവോ? അങ്ങനെ ചിന്തിച്ചു, ഉണ്ടാകുമോ? ഇയാൾ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അപ്പൊ ആ പോയിന്റ് ചെയ്ത് നോട്ടിലെഴുതിക്കോ, റെസ്പിറേഷൻ എഴുതി കൊടുക്കുക. their blood do not transport oxygen and CO2. their blood do not transport oxygen and CO2. do not transport oxygen and CO2. അപ്പൊ ഇവർക്ക് എവിടുന്ന ഈ ഓക്സിജൻ കിട്ടുക? അടുത്ത പോയിന്റ്, they absorb oxygen directly from atmosphere. they absorb oxygen directly from atmosphere. they absorb oxygen directly from atmosphere and release CO2. ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യും റെസ്പിറേറ്ററി ഓർഗൻ. അവിടെ ട്രാൻസ്പോർട്ടിന് ആർക്ക് റോളില്ല? ബ്ലഡിന് റോളില്ല. ബ്ലഡ് ഒരിക്കലും ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല. അതിന്റെ റിലീസ് CO2 എന്ന് കൊടുക്കും. റിലീസ് CO2 ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് CO2 റിലീസ് ചെയ്യും. ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഒരു പോയിന്റ് കൂടി, സ്പൈറക്കിൾസ് ഈസ് ആൾസോ കാൾഡ് സ്റ്റിഗ്മ. സ്പൈറക്കിൾസിന് വേറെ പേരും കൂടി ഉണ്ട്, സ്റ്റിഗ്മ. Spiral is also called stigma. Okay. ഇനി പിന്നെ നമ്മൾ പഠിച്ചത് എന്താ? പിന്നെ അടുത്ത സ്റ്റെപ്പും പഠിച്ചത് എന്താ? എക്സ്ക്രീഷൻ ആണ്. അവിടെ നിങ്ങൾ ഹെഡിങ് കൊടുക്കണ്ട, എക്സ്ക്രീഷന്റെ ഹെഡിങ് വേണ്ട. എക്സ്ക്രീറ്ററി ഓർഗൻ നിങ്ങൾക്കറിയാം, മാൽഫിജൻ ട്യൂബിൾ, ഗോൾഡൻ യെല്ലോ കളേഴ്സ് ഉള്ള 100 മുതൽ 150 ഗോൾഡൻ യെല്ലോ കളേഴ്സ് ഉള്ള മാൽഫിജൻ ട്യൂബിൾസ് ഉണ്ട്. എക്സ്ക്രീഷൻ സഹായിക്കുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇയാള് യൂറിക് ആസിഡ് എന്ന് പറയുന്ന രൂപത്തിലാണ് നൈട്രോജനസ് വേസ്റ്റ് റിലീസ് ചെയ്യുക. സോ ദേ ആർ കാൾഡ് യൂറിക്കോടെലിക്. മറ്റു എക്സ്ക്രീറ്ററി ഓർഗൻ ആരൊക്കെ? യൂറിക്കോസ് ഗ്ലാൻഡ്, നെഫ്രോസൈറ്റ്, ഫാറ്റ് ബോഡീസ്. അത് പഠിക്കണം. യൂറിക്കോസ് ഗ്ലാൻഡ്, നെഫ്രോസൈറ്റ്, ഫാറ്റ് ബോഡീസ് ഒക്കെ അതർ എക്സ്ക്രീറ്ററി ഓർഗൻസിലാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ അത് പറയേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ സെൻസ് ഓർഗനെ പറ്റിയും അഡീഷണൽ ഒന്നും പഠിക്കാനില്ല. സെൻസ് ഓർഗൻ ഇയാൾക്ക് മൗത്ത് ഉണ്ട്, ആന്റിന ഉണ്ട്, സെക്കൻഡ് ഐ ഓസിലി ഉണ്ട്, ലാബിൽ പൾപ്പ്, മാക്സിലറി പൾപ്പ്, അങ്ങനെ കുറെ ആളുകളുണ്ട് പഠിച്ചു. അതന്നെ പഠിച്ചാൽ മതി, വേണ്ട ഹെഡിങ് വേണ്ട. പിന്നെ നെർവസ് സിസ്റ്റം പഠിക്കാനില്ല. ഇയാൾക്ക് ബ്രെയിന് സുപ്രാ ഇസോഫഗൽ ഗാംഗ്ലിയോ എന്ന് വിളിച്ചു. പിന്നെ സബ് ഇസോഫഗൽ ഗാംഗ്ലിയോൺ ഉണ്ട്, ഗാംഗ്ലിയോൺ ഉണ്ട്. ബ്രെയിൻ ഒരിക്കലും തൊറാക്സ് അബ്ഡമനെ കൺട്രോൾ ചെയ്യുന്നില്ല. ആ രണ്ടാളെ കൺട്രോൾ ചെയ്യാൻ സബ് ഈസോഫഗൽ ഗാംഗ്ലിയോണും മതി. അതുകൊണ്ട് ഇയാൾ തല വെട്ടിയാൽ ജീവിക്കുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. അടുത്ത സബ് ഹെഡിങ് കൊടുക്കാം, എൻഡോക്രൈൻ സിസ്റ്റം. ടെസ്റ്റ് ഇല്ലാത്തത് എൻഡോക്രൈൻ സിസ്റ്റം. ആ ഹെഡിങ്ങോട് കൂടി നമ്മൾ ക്ലാസ് ബൈൻഡപ്പ് ചെയ്യണം, അത്രേ പഠിക്കാനുള്ളൂ. റീപ്രഷൻ ടെസ്റ്റ് പറഞ്ഞു ലാസ്റ്റ് ഹെഡിങ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് ഹെഡിങ് കൊടുക്കുക. ടെസ്റ്റിൽ ഇല്ലത്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡ് ഇവർക്ക് ഉണ്ടോ എന്നാണ്. ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഗ്ലാൻഡുകൾ ഇവർക്ക് ഉണ്ടോ എന്നാണ്. ആ ഹെഡിങ്ങോട് കൂടി നമ്മൾ ക്ലാസ് ബൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഉള്ളത് റീപ്രഷൻ ആണ്. റീപ്രഷൻ പഠിച്ചിട്ടുണ്ട്, വേറെ ഒന്നും കണ്ടീഷൻ പറഞ്ഞു തരാനില്ല. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഒന്ന് നമ്പർ ഇട്ട് കാണിക്കാം. ഇറ്റ് കൺസിസ്റ്റ് കൊടുക്കും. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഇറ്റ് കൺസിസ്റ്റ്, എന്റെ കൂടെ തന്നെ പോയി, ഇന്റർ സെറിബ്രൽ
ഗ്ലാൻഡ് സെൽ, ഗ്ലാൻഡ് സെൽ എന്ന് കാണിക്കുക. ഗ്ലാൻഡ് സെൽ ഒരു ഐഫൺ അത് തന്നെ പറ്റി പറയാം. അപ്പോ എൻഡോക്രൈൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ കയറി. അതിൽ പറയുന്നത് കൺസിസ്റ്റ് അതിൽ ഒന്ന് കാണിച്ചത് ഇന്റർ സെറിബ്രൽ ഗ്ലാൻഡ് സെൽ എന്ന് പറയും. ഇയാള് സെറിബ്രൽ എന്ന് പറയുമ്പോൾ ബ്രെയിൻ ആണ്. ബ്രെയിനിൽ നിന്ന് റിലീസ് ചെയ്യണം. നമുക്ക് ബ്രെയിനിൽ നിന്ന് കണ്ടമാന ഹോർമോൺ ഉണ്ട്. ബ്രെയിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അപ്പൊ ഐഫട്ട് കൊടുക്കുക. ഇറ്റ് റിലീസ് ബ്രെയിൻ ഹോർമോൺസ്. ഇയാള് ബ്രെയിൻ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ഐഫട്ട് കൊടുക്കുക. ഇറ്റ് റിലീസ് ബ്രെയിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് കൊടുക്കുക കോർപോറ. എന്റെ കൂടുതൽ ഇരിക്കും കോർപോറ. കാർഡിയേറ്റ എന്ന് കാണിക്കുക. കോർപോറ കാർഡിയേറ്റ. ഇറ്റ് റിലീസ് എന്റെ കൂടുതൽ ഇറ്റ് റിലീസ് ഗ്രോത്ത് ഹോർമോൺ. GH പോലെയുള്ള ഗ്രോത്ത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇറ്റ് റിലീസ് ഗ്രോത്ത് ഹോർമോൺ. GH എന്ന് ബ്രാക്കിൽ കൊടുത്തു. ഇറ്റ് റിലീസ് ഗ്രോത്ത് ഹോർമോൺ. അപ്പൊ കോർപ്പറ കാർഡിയേറ്റ എന്ന് പറയുന്ന ആള് ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്തു. മൂന്നാമത്തെ എന്റെ കൂടെ തന്നെ എഴുതാം. കോർപ്പറ അലേറ്റ. കോർപ്പറ അലേറ്റ. ഇത് ഇമ്പോർട്ടന്റ് കൊടുക്കുക. ഇറ്റ് റിലീസ് എഴുതിക്കോ ജുവനൈൽ ഹോർമോൺ. അതെന്താ പറഞ്ഞില്ല. ഇറ്റ് റിലീസ് ജുവനൈൽ ഹോർമോൺ. നോട്ട് ചെയ്ത്. ഇറ്റ് റിലീസ് ജുവനൈൽ ഹോർമോൺ. അപ്പൊ നമുക്കത് ക്ലിയർ ആയില്ല. എന്ത് ജുവനൈൽ ഹോർമോൺ? ദിസ് ഹോർമോൺ ഹെൽപ്പ് ടു നിംഫ് ബിക്കം അഡൽറ്റ്. നിംഫ് കോക്രോച്ചിനെ കുട്ടിയെ വിളിക്കുന്നവരാണ് നിംഫ് ബിക്കം അഡൽറ്റ്. നിംഫിനെ അഡൽറ്റ് ആക്കി മാറ്റാൻ സഹായിച്ചു. ദിസ് ഹോർമോൺ ഹെൽപ്പ് ടു നിംഫ് ബിക്കം അഡൽറ്റ്. നിംഫിന് അഡൽറ്റായി മാറാൻ സഹായിച്ചു. നിംഫ് ബിക്കം അഡൽറ്റ്. അത് നല്ല ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഒരു നിംഫ് അഡൽറ്റായി മാറാൻ സഹായിക്കുന്ന ഹോർമോൺ ജുവനൈൽ ഹോർമോൺ. ഇറ്റ് റിലീസ്ഡ് ബൈ കോർപ്പറ അലേറ്റ. നാലാമത്തെ ആള് പ്രോതൊറാസിക് ഗ്ലാൻഡ്. നാലാമത്തെ പ്രോതൊറാസിക് ഗ്ലാൻഡ്. നാലാമത്തെ ഹോർമോൺ പറയുന്നു. ഇറ്റ് റിലീസ് ഐഫണ്ട് കൊടുക്കുക. ഇറ്റ് റിലീസ് എക്ഡൈസൺ. ബോർഡിലുണ്ട്. എക്ഡൈസൺ. ടു കൺട്രോൾ. അതിന്റെ ബാക്കി ടു കൺട്രോൾ എക്ഡൈസിസ്. ടു കൺട്രോൾ എക്ഡൈസിസ്. അപ്പൊ എന്താണ് എക്ഡൈസിസ്? അടുത്ത പോയിന്റ് സാധാരണ പോലെ പോയിന്റ് ഇതാ. എക്ഡൈസിസ് മീൻസ് റിമൂവൽ ഓഫ് ഓൾഡ് സ്കിൻ. ഓൾഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യുക. ഓൾഡ് സ്കിൻ. ഇപ്പൊ പാമ്പ് അതിന് സ്കിന്ന് പൊട്ടിച്ച് കളി നമ്മൾ പറഞ്ഞായിരുന്നു. സ്കിൻ കാസ്റ്റ് ഓർമ്മ ഉണ്ടായിരുന്നു. അതേപോലെ ഇയാള് അതിന്റെ ഓൾഡ് സ്കിന്നിനെ പൊട്ടിച്ച് കളയും. അപ്പൊ നോക്കോ പ്രോതൊറാസിക് ഗ്ലാൻഡ് എക്ഡൈസൺ എന്ന് പറയുന്ന ആൾ റിലീസ് എക്ഡൈസൺ ടു കൺട്രോൾ എക്ഡൈസിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് എക്ഡൈസൺ. അപ്പൊ എക്ഡൈസൺ റിലീസ് ചെയ്യുന്ന പ്രോതൊറാസിക് ഗ്ലാൻഡ്. ഇറ്റ് റിലീസ് എക്ഡൈസൺ ടു കൺട്രോൾ എക്ഡൈസിസ്. എന്താ എക്ഡൈസിസ്? റിമൂവൽ ഓഫ് ഓൾഡ് സ്കിൻ. ഓൾഡ് സ്കിന്നിനെ പൊട്ടിച്ച് കളയുക, മുറിച്ച് കളയുക. അപ്പൊ നമുക്ക് തന്നെ അറിയാം പാമ്പ് അതിന്റെ സ്കിന്നിനെ പൊട്ടിച്ച് വള ഊരിപ്പോവാക്ക് പറഞ്ഞ് നമ്മൾ അന്ന് അനിമലിക്കിന്റെ അടുത്തത്. ഇതുപോലെ ഓൾഡ് സ്കിന്നിനെ പൊട്ടിച്ച് കളയുന്ന പ്രോസസിനെയാണ് എന്ത് വിളിക്കുക? എക്ഡൈസിസ്.
അതിന് സഹായിക്കുന്ന എക്ഡൈസർ. ഈ സ്കിന്നിനെ പൊട്ടിച്ച് കളയുന്ന ഒരു പ്രോസസ്സിന് പേരുണ്ട് മോൾട്ടിംഗ് എന്ന് വിളിക്കുന്നു. മോൾട്ടിംഗ്. ഒരു കോക്രോച്ച് നോക്കിക്കോ 13 പ്രാവശ്യം മോൾട്ടിംഗ് നടത്തുമ്പോഴാ ഒരു നിംഫ് അഡൽട്ടായി മാറുക. അതൊരു എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ് തന്നെയാണ്. നോക്കിക്കോ, ഒരു കോക്രോച്ച് 13 പ്രാവശ്യം മോൾട്ടിംഗ് നടത്തും. 13 പ്രാവശ്യം മോൾട്ടിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ ഓൾഡ് സ്കിന്നെ പൊട്ടിച്ച് കളയും. 13ാമത്തെ പ്രാവശ്യം പൊട്ടിച്ച് കളഞ്ഞാൽ ഇയാൾ അഡൽട്ടായി മാറും, പിന്നെ അയാൾ ഡെഡ് ആവും. ഈ ഒരാൾക്ക് പൊട്ടിക്കാൻ പറ്റിയില്ല നോക്കിക്കോ, ഒരാൾക്ക് 13 പ്രാവശ്യം പൊട്ടിക്കാൻ പറ്റില്ല, 10 പ്രാവശ്യം പൊട്ടിക്കാൻ പറ്റുള്ളൂ. ആ 3 പ്രാവശ്യം പൊട്ടിക്കുന്നവരെ ഇയാൾ മരിക്കൂല. 3 പ്രാവശ്യം ഇനി പൊട്ടിക്കാണ്ട് എന്നാണോ 13 പ്രാവശ്യം പൊട്ടിക്കുന്നത് അന്ന് ഇയാൾ മരിക്കുള്ളൂ, അല്ലെങ്കിൽ മരിക്കൂല. ആ 13 മോൾട്ടിംഗ് നടക്കുന്നുണ്ട്. മോൾട്ടിംഗ് എന്ന് പറയുമ്പോൾ റിമൂവൽ ഓഫ് ഓൾഡ് സ്കിൻ, അതാണ് എക്ഡൈസർ. ഓൾഡ് സ്കിന്നെ റിമൂവ് ചെയ്യുന്ന പ്രോസസ് വിളിക്കുക മോൾട്ടിംഗ് എന്ന് വിളിക്കാറുണ്ട്. ഒരു കോക്രോച്ച് 13 ടൈം മോൾട്ടിംഗ് നടത്തുന്നുണ്ട്. മോൾട്ടിംഗ് നടത്തി കഴിഞ്ഞാൽ ആ നിംഫ് അഡൽട്ടായി മാറും. അപ്പൊ ആ പോയിന്റ് കൂടെ എഴുതിക്കോ. The removal of old skin is also called molting. The removal of old skin is also called molting. ഓൾഡ് സ്കിന്നെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്താ വിളിക്കാം? മോൾട്ടിംഗ് എന്ന് വിളിക്കുന്നുണ്ട്. A cockroach shows, അടുത്ത പോയിന്റ്, a cockroach shows 13 molting in its life. 13 മോൾട്ടിംഗ് കാണിക്കും. A cockroach shows 13 molting in its life. So a cockroach become adult. So a cockroach become adult from nymph. A cockroach become adult from nymph. So cockroach become adult from nymph. നിംഫിൽ നിന്ന് കോക്രോച്ച് അങ്ങനെയാണ് അഡൽട്ടായി മാറുന്നത്. കോക്രോച്ച് ബിക്കം അഡൽട്ട് ഫ്രം നിംഫ്. കോക്രോച്ച് അഡൽട്ടായി മാറുന്നു നിംഫിൽ നിന്ന്. ഈ പറഞ്ഞ 13 മോൾട്ടിംഗ് സംഭവിച്ചു. ഈ നമ്പർ പഠിക്കണം. 13 പ്രാവശ്യം സ്കിന്ന് പൊട്ടിച്ച് കളയുമ്പോൾ ഒരു നിംഫ് അഡൽട്ട് ആവും. 13 വട്ടം പൊട്ടിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇയാൾ അഡൽട്ട് ആവൂല. അഡൽട്ട് ആയില്ലെങ്കിൽ എന്താ? ഇയാൾ മരിക്കൂല. മനുഷ്യ അങ്ങനത്തെ പവറൊന്നുമില്ല. മനുഷ്യനെ പറ്റിയ ഓരോ സമയമാകുമ്പോൾ ഏജായി അങ്ങനെ മരിക്കുകയാണ്. ഇയാൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. മോൾട്ടിംഗ് നടത്തി അതിന്റെ ഓൾഡ് സ്കിന്നെ പൊട്ടിച്ച് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഇയാൾ അഡൽട്ടായി മാറുള്ളൂ. അപ്പൊ അങ്ങനെ 13ാമത്തെ പ്രാവശ്യം മോൾട്ടിംഗ് നടത്തിയാൽ ഇയാൾ അഡൽട്ടായി, ഇയാൾക്ക് വിങ്സ് ഒക്കെ ആയി പറക്കാൻ പറ്റും. പിന്നെ ഇയാൾ ഡെഡ് ആവും. അല്ലെങ്കിലോ ഇയാൾ മരിക്കൂല. അങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മൾ എടുത്ത ഭാഗം ഒന്ന് റിവൈസ് നോക്കുക. നമുക്ക് കോക്രോച്ചിന്റെ ഭാഗം, കാരണം ടിഷ്യൂസിന്റെ ഭാഗം വേണ്ട, അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. എനിക്ക് തോന്നുന്നു ആദ്യം എടുത്തത് നോക്കാം, മോർഫോളജിയിൽ പറഞ്ഞു. മോർഫോളജി എന്ന് പറഞ്ഞ പറഞ്ഞ ഭാഗം ജസ്റ്റ് ഇങ്ങ് നോട്ടൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ നോക്കാം. ഇയാളെ ഹെഡുമായി ബന്ധപ്പെട്ട ഭാഗം, ഹെഡിന്റെ ഭാഗം, സെക്കൻഡ് ഐ ആരാണ്? ആന്റിന എന്ന് പറയുന്ന ആളില് ഒന്നാമത്തെ സെഗ്മെന്റ് എന്ന് വിളിച്ചു, രണ്ടാം സെഗ്മെന്റ് എന്ന് വിളിച്ചു, ബാക്കിയുള്ള എല്ലാ സെഗ്മെന്റും ഫ്ലജെല്ലം എന്ന് വിളിച്ചു. പിന്നെ ഇയാളെ തൊറാക്സിലേക്ക് കയറി. തൊറാക്സിൽ 3 സെഗ്മെന്റ് ഉണ്ട്. ഓരോ സെഗ്മെന്റിലും ഓരോ പെയർ ലെഗ്സ് ഉണ്ട്. അങ്ങനെ 6 ലെഗ്സ്. മീസോതൊറാക്സിനും മെറ്റാതൊറാക്സിനും ഓരോ പെയർ വിങ്സ്. മീസോതൊറാക്സ് വിങ്സ്, മെറ്റാതൊറാക്സ് വിങ്സ്, അല്ലെങ്കിൽ 4 വിങ്സ്, അല്ലെങ്കിൽ 5 വിങ്സ്. ടെഗ്മിന എന്ന പേരും കൂടി ഒന്നാമത്തെ വിങ്സ് അറിയപ്പെട്ടു. വിങ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, പക്ഷെ ലെഗ്സിനെ പറ്റി പഠിക്കാണ്ട് അതിന്റെ ഭാഗങ്ങൾ കോക്സ, ട്രോക്കൻഡർ, ഫീമർ, ടിബിയ, ടാർസസ് ഏതൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കയറിയത് ഈ പറഞ്ഞ കോക്രോച്ചിന്റെ അബ്ഡമൻ ഭാഗത്തൊന്നും പറയാനില്ല. ലെഗ്സ് കഴിഞ്ഞ് നേരെ അനാട്ടമിയിലേക്ക് കയറി. അനാട്ടമിയിൽ ഞാൻ ആദ്യം തന്ന സ്കെൽറ്റൽ സിസ്റ്റം തന്നു. എൻഡോസ്കെൽറ്റൻ ഉണ്ട്, എക്സോസ്കെൽറ്റൻ ഉണ്ട്. രണ്ടാമത് ബോഡി വാൾ, ക്യൂട്ടിക്കിൾ, എപ്പിഡെർമിസ് അല്ലെങ്കിൽ എപ്പിഡൈമിസ്, അതുപോലെ ബേസ്മെന്റ് മെംബ്രെയിൻ. മൂന്നാമത് നമ്മൾ പഠിച്ചത് അലിമെന്ററി കനാൽ. അലിമെന്ററി കനാൽ ഫോർഗട്ടിന്റെ വേറെ പേര്, മിഡ്ഗട്ടിന്റെ വേറെ പേര്, ഹൈൻഗട്ടിന്റെ വേറെ പേര്. പിന്നെ പഠിച്ചത് ഡയസ്റ്റി ഗ്ലാൻസുകൾ 3 സലൈവറി ഗ്ലാൻഡ്, ഹെപ്പാറ്റിക് സീക്ക്,
മെഡിക്കൽ. പിന്നെ സർക്കുലേഷനിൽ നമ്മൾ ഫ്ലോ ചാർട്ടാണ് പഠിച്ചത്. റെസ്പിറേഷൻ പറയുമ്പോൾ ഓക്സിജൻ CO2 ട്രാൻസ്പോർട്ട് ചെയ്യാൻ ബ്ലഡിന് റോളില്ല. ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് അബ്സോർബ് ചെയ്ത് CO2 പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ പഠിച്ച നമ്മൾ ഇയാളുടെ നെർവസ് സിസ്റ്റമോ സെൻസ് ഓർഗനോ അതുപോലെ എക്സ്ക്രീറ്ററി സിസ്റ്റമോ ഒന്നും പഠിക്കാനില്ല. NCERT തന്നെ പഠിക്കാം. റീപ്രൊഡക്ഷൻ NCERT തന്നെ പഠിക്കാം. ലാസ്റ്റ് പറഞ്ഞത് ഈ പറഞ്ഞ എൻഡോക്രൈൻ സിസ്റ്റം ബ്രെയിൻ ഹോർമോൺ റിലീസ് ചെയ്യുന്ന ഇന്റർ സെറിബ്രൽ ഗ്ലാൻഡ് സെല്ലാണ്. ബ്രെയിൻ ഹോർമോൺ റിലീസ് ചെയ്യുന്ന ഇന്റർ സെറിബ്രൽ ഗ്ലാൻഡ് സെല്ലാണ്. ഗ്രോത്ത് ഹോർമോൺ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഹോർമോൺ, ഗ്രോത്ത് ഹോർമോൺ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഹോർമോൺ റിലീസ് ചെയ്തത് കോർപ്പറ കാർഡിയേറ്റയാണ്. കോർപ്പറ അലേറ്റ ജുവനൈൽ ഹോർമോൺ റിലീസ് ചെയ്തു. അതിലൂടെയാണ് ഒരു നിംഫ് അഡൽട്ടായി മാറുക. മാത്രമല്ല മോൾട്ടിങ് നടക്കുന്ന നമുക്കറിയാം. നാലാമത് പ്രോ തൊറാസിക് ഗ്ലാൻഡിൽ നിന്ന് എഗ്ഡൈസൺ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകുന്നു. അത് എഗ്ഡൈസിസിനെ സഹായിക്കുന്നു. എന്താ എഗ്ഡൈസിസ്? ഒരു നിംഫ് അഡൽട്ടായി മാറുന്ന പ്രോസസ്സിനെയാണ് എഗ്ഡൈസിസ്. അതിന് വേറെ പേരും വിളിക്കുന്നു മോൾട്ടിങ്. 13 പ്രാവശ്യം മോൾട്ടിങ് നടത്തിയാലേ ഒരു നിംഫ് അഡൽട്ടായി മാറുകയുള്ളൂ. അതിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം നടത്തിയിട്ടില്ല എങ്കിൽ അത് അഡൽട്ട് ആകൂല. അത് ആ കുട്ടിയായിട്ട് തന്നെ മരിക്കാതെ അതേ കണ്ടീഷനിൽ ജീവിക്കും. പക്ഷെ അതിനറിയില്ല അത് പൊട്ടിക്കാൻ പറ്റൂല, പൊട്ടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മരിക്കുന്നു തന്നെ അറിയില്ല. അതുകൊണ്ട് അത് പൊട്ടിച്ച് അങ്ങനെ കളയും. സമയാസമയത്ത് അത് പൊട്ടിച്ച് കളയും. അത് അതിനറിയുമായിരുന്നെങ്കിൽ അത് പൊട്ടിക്കൂല. അത് എപ്പോഴും ആ ചെറിയ കുട്ടിയായിട്ട് എപ്പോഴും നടക്കും, അഡൽട്ട് ആവും. എത്ര പേജുകൾ നോട്ട് ചെയ്ത് അഡീഷണൽ പോയിന്റ് ആയിട്ട് എത്ര പേജ് ഒന്ന് ചാറ്റ് ചെയ്യും. എത്ര പേജുകൾ അഡീഷണൽ നോട്ട് ചെയ്തു? എത്ര പേജ് ചാറ്റ് ചെയ്യണം? എത്ര പേജുകൾ എഴുതി? അഡീഷണൽ പോയിന്റ് 8 പേജ്. ഒരു വലിയ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. വലിയ ചാപ്റ്റർ. ആ വലിയ ചാപ്റ്ററിൽ അഡീഷണൽ പോയിന്റുകൾ എത്ര? ഞാൻ വീണ്ടും പറയുന്നു, ഈ 8 പേജ് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ തന്ന നോട്ട് പഠിക്കണം. അത് പഠിച്ചാലേ ആദ്യം 90 മുതൽ 95% കിട്ടുള്ളൂ. ബാക്കിയുള്ള 5% വേണ്ടിയിട്ടാണ് ഞാൻ 8 പേജ് തന്നത്. പക്ഷെ ഇങ്ങനെ വെച്ച് പഠിച്ചൊരു കുട്ടിക്ക് നല്ല കൺസെപ്റ്റ് മനസ്സിലാവും. ഇതിന്റെ ഫുൾ കൺസെപ്റ്റ് ക്ലിയർ ആവും. അല്ലാതെ പോയി പഠിച്ചിട്ട് കാര്യം ഉണ്ടാവും. ഓക്കെ, നന്നായിട്ട് വായിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്നോ അല്ലെങ്കിൽ നാളെയായിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ പറയാം. ഞാൻ ക്വസ്റ്റ്യൻ സാറെ കയ്യിൽ കൊടുക്കാം. സാറ് ഇന്നോ അല്ലെങ്കിൽ നാളെയായിട്ട് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ, ശരി എന്നാൽ. താങ്ക് യു സർ.